ഓരോ രംഗം എല്ലാവരും ഒരുപോലെയല്ല. ചിലര് ചിരിച്ചവര്, ചിലര് കൈവെട്ടിയവരൊക്കെ ഉണ്ട്. കൈവെട്ടിയവര് മരിക്കുന്ന നേരത്ത് കൈ വെട്ടിയിട്ട് പാട്ട് പാടുക. സംഗീതം പാട്ട് പാടിക്കൂടെ? അസന്തോഷത്തിലല്ലേ അവരിയ്ക്കുന്നത്. നമ്മളെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ട് എണ്ണുന്ന മാതിരി ഇരിക്കല്ലോ. എന്താവും പടച്ചോനെ, ഫരീഖും ഫിൽ ജന്നത്തി ഫരീഖും ഫിൽ സഈ. എവിടേക്കാണ് പടച്ചോനെ എത്തുക? റിസൾട്ട് എന്തായിരിക്കും? കെട്ടിവെച്ചത് കിട്ടൂലേ? എന്തൊരു ബേജാറുള്ള അവസ്ഥയാണത്. അത് ഏകദേശം ഹാലുൽ ഇഹ്തിവാർ, ആ സന്ദർഭ റിസൾട്ട് ഇങ്ങോട്ട് വരുന്നത് വരെ ബേജാറ് തന്നെ. അതേ സന്ദർഭത്തിൽ 4 സ്ഥലത്തൊക്കെ മത്സരിച്ച് സീറ്റ് ഉറപ്പിച്ച പ്രധാനമന്ത്രിക്കൊക്കെ അപ്പോഴും ചിരിക്കുക. കാരണം എവിടെ ഒന്ന് കുരുത്തക്കേട്, ഈ കള്ളവോട്ട് കൊണ്ടോ അല്ലെങ്കിൽ ആസാദ് വോട്ടെങ്കിൽ ജയിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളവർക്കൊക്കെ ചിരിക്കുക. എന്നാൽ മഹാന്മാരുടെ വഫാത്ത് 3 രൂപത്തിലുണ്ട്. റജാവിന്റെ ആൾക്കാർ റജാവ് ഇല്ല ഇല്ല രക്ഷപ്പെടും. വേറെ ചിലർ ഹൗഫ് തന്നെ, അപ്പോഴും ഹൗഫ് അങ്ങനെ രക്ഷപ്പെടൂലേ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വഫാത്തിനെ നേരിടുന്ന സന്ദർഭത്തിൽ പെട്ടെന്നൊരു ബോധക്കേടിന്റെ അവസ്ഥ. എന്നിട്ട് കണ്ണ് തുറന്നുകൊണ്ട് പറയുകയാണ്, അഹോ എന്റെ യാത്ര എന്തൊരു ദൈർഘ്യം നീണ്ടതാണ്. എന്റെ യാത്ര എത്ര നീണ്ടതാണ് പടച്ചവനെ. കയ്യിലുള്ള ഭക്ഷണങ്ങൾ വളരെ കുറവാണല്ലോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാ പറയണത്, കഥ പറയല്ലത്. എന്റെ യാത്ര എത്ര നീണ്ടതാണ്. മരുഭൂമിയിലൂടെ ഒറ്റപ്പെട്ട് ഏകാന്തരായി എത്ര നടക്കണം. പക്ഷെ എന്റെ കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും വളരെ കുറച്ചാ. നമ്മളിതൊക്കെ ഒരു ദിവസത്തേക്ക് ഉണ്ടാവോ? ഖബറിലേക്ക് 4 ദിവസത്തേക്ക് ഉണ്ടാവോ? അള്ളാഹു നമ്മോട് റഹ്മത്ത് കാണിക്കുമാറാകട്ടെ. എത്ര നീളമുള്ള യാത്രയാണ് സുഹൃത്തുക്കളെ പരലോക യാത്ര. അവിടെ ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന ഭക്ഷണം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വല്ല ഭക്ഷണവും കൂട്ടുകയും ഒരു കാരക്കച്ചീന്ന് പാവപ്പെട്ടവരെ കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കുകയെന്ന് മഹാന്മാർ. ഇനി പറയട്ടെ, അവരൊക്കെ ലീഡർമാരാ. എന്റെ ഉസ്താദ് അവர்கள் പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, നിങ്ങളുടെ പരിസരത്ത് പെരുവള്ളൂർ ജീവിച്ച മഹാന. അവരുടെ അവരുടെ ബാപ്പായെ പറ്റി വലിയപ്പായെ പറ്റി ഒക്കെ കേട്ടിട്ടുണ്ട്. വലിയ സ്വാലിഹ്യങ്ങളാണ്. മൂസാ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മൂത്താപ്പ ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തോട് അക്കാലഘട്ടത്തിൽ വന്ന ഒരു കള്ളത്തെരീക്കത്തിന്റെ പ്രശ്നം, വ്യാജ തെരീക്കത്ത് വന്നു, കള്ള സൈസ് വന്നു, ബഹളോ കുഴപ്പമായി. അപ്പോഴൊരാൾ മസല ചോദിക്കാൻ വന്നു, ആ തെരീക്കത്ത് നല്ലതാണോ ഉസ്താദേ? അപ്പോഴീ മൂസാ മുസ്ലിയാർ എന്ന വലിയ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞത്രേ, കേടോ ആ ഷെയ്ഖ് നല്ലവനാണോ, ആ ഷെയ്ഖ് കള്ളനാണോ എന്നൊക്കെ ചോദിക്കാനാണല്ലേ നീ വന്നത്. എന്നാലേ നല്ല ഷെയ്ഖന്മാരുടെ നല്ല മുരീദന്മാര് മരിക്കുന്നത് കാണണമെങ്കിൽ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഇവിടെ വന്നോടാ. പഴയ ഔലിയാക്കളുടെ കഥ കിതാബിലുള്ളത്. ഇതെന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നതാ. നവ്വറല്ലാഹു മർഖദഹും, അല്ലാഹു അവരെയും നമ്മയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അങ്ങനെ ആ 9 മണി നേരമായി. പറഞ്ഞ ബുധനാഴ്ച 9 മണി നേരം. 9 മണിക്ക് മുമ്പ് തന്നെ കുളിച്ച് ഫ്രഷായി കുത്തുമ്പ ഓതുന്ന വലിയ ഓവർകോട്ട് ഉണ്ട്, അതൊക്കെ ഇങ്ങോട്ട് ധരിച്ച് കൂട്ടുകാരോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പൊ ഞാനൊരു പുതിയാപ്പിളായിട്ടില്ലടാ, ഇപ്പൊ എങ്ങനെ ഉണ്ടടാ? പുതിയാപ്പിളായിട്ടില്ലേ? ഞാൻ പുതിയാപ്പിള പോവുകയാണ്. എന്തൊരു യാത്ര, എന്തൊരു സന്തോഷം. അങ്ങനെ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ല ശേഖന്മാരുടെ മുരീദന്മാര് മരിക്കുന്നത് കാണെങ്കിൽ വന്നോടാ ബുധനാഴ്ച 10 മണിക്ക് എന്ന് ഉറപ്പ് കൊടുക്കണമെങ്കിൽ എവിടെ എത്തണം ആ ഉറപ്പ്? എത്ര ആൾക്കാർ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ നേരം വെള്ളിയാഴ്ചയാണ്. അതുപോലെ ന്യൂ ഇയർ ഡേ ആണ്, നീറൂസ് ഡേ, അതായത് പേർഷ്യക്കാർക്ക് ന്യൂ ഇയർ ഡേ. അവരുടെ ആദ്യ വർഷത്തിലെ ആദ്യത്തെ ദിവസമാണ്. അന്ന് വഫാത്തിന്റെ നേരമായപ്പോ ഖുർആൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഓതുക. ഒരു സൂറത്തൂടി 2 സൂറത്തൂടി കിടക്കട്ടെ വേഗം വെച്ച് തീർക്കുക. അപ്പോഴടുത്തുള്ളവർ ചോദിച്ചു, എന്താ ഇത്? വേദനയും വെപ്രാളുമായിട്ട് ഈ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഒരു സൂറത്ത് തന്നെ ഓതി കിടക്കുന്നു. എന്തിനാ ഇങ്ങനെ സാഹസപ്പെടുന്നത്? ഈ നേരത്താണോ അങ്ങനെ ഖുർആൻ ഓതി തിരക്ക് കൂട്ടേണ്ടത്? അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത്, മാറി നിൽക്കൂ കൂട്ടരെ, ഞാൻ ഈ സമയത്തല്ലാതെ ഖുർആൻ ശരീഫ് ഓതി കംപ്ലീറ്റ് ചെയ്യുന്നത് എന്തിനാ? വമൻ ഔലാദി ദാലിക മിന്നി വഹാ ഹുവ ദാ തുത്വാ സഹീഫതി. പരിശുദ്ധ ഖുർആൻ ഓതി എന്റെ അക്കൗണ്ടിലേക്ക് വർധനമുണ്ടാക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? ഇതാ ഈ സമയം എന്റെ ട്രയൽ ക്രോസ് ചെയ്യുന്ന നിമിഷമാണ്.
എന്റെ ഫയൽ ക്ലോസ് ചെയ്യുന്ന നിമിഷമാണ്. അതുകൊണ്ട് അവസാനം ചെന്ന് കിടക്കട്ടെ, ഖുർആനിലെ കുറച്ചുകൂടി സൂറത്ത് ഖുർആൻ ഓതുന്നത് വിജയിച്ചു. എന്റെ ഫയൽ, എന്റെ ഏട് അവസാനിപ്പിക്കുന്ന ഈ അവസാന സമയത്ത് ഞാനല്ലേ കൂടുതൽ ഖുർആൻ ഓതേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയ മഹാന്മാർ, ഔലിയാക്ക് പാട്ടുപാടിയ മഹാന്മാർ. പാട്ടുപാടിയില്ലേ? ആര്? ബഹുമാനപ്പെട്ട സയ്യിദ്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. മരിക്കുമ്പം പാട്ട്. എന്താണതൊക്കെ? കാരണം അവർക്ക് ഉറപ്പാണ് അപ്പുറത്ത് പോയാൽ ഇപ്പുറത്തെക്കാളും ഗുണമാണ്, ഇതിനെന്താ പോകുന്നതിന്? പാട്ടുപാടിക്കൊണ്ട് മരിച്ചില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ തൻഈം മരുഭൂമിയിൽ പീഡിപ്പിക്കപ്പെട്ട ഖുറൈശികളുടെ വേദന കൊണ്ട് ഖുറൈശികൾ അടിച്ച് ഇടിച്ച് കഷ്ടപ്പെടുത്തി അവസാനം ചോദിച്ചു, മിസ്റ്റർ ഹുബൈബ്, നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം, പക്ഷെ ഒരു ഉപാധിയുണ്ട്. നിന്റെ നേതാവെന്ന് നീ പറഞ്ഞു നടക്കുന്ന മുഹമ്മദ് ഉണ്ടല്ലോ, അവനെ ആക്രമിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. മുഹമ്മദിനെ ആക്രമിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി, ഒരു കുറ്റസമ്മതം. എന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അപ്പോഴാണ് സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖുറൈശികളെ മാറി നിൽക്കൂ, എന്റെ ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് ഒരു മുള്ള് വെട്ടുന്നത് പോലും എനിക്കിഷ്ടമല്ല. എന്റെ ശരീരത്തെ നിങ്ങൾ ഇഞ്ചിഞ്ചായി മുറിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ അവരമ്പെയ്തു, മുറിച്ചു, ഇടിച്ചു, തകർത്തു. വഫാത്തിന്റെ സമയത്ത് പുഞ്ചിരിയോടുകൂടി പാട്ടുപാടുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലാണല്ലോ വഫാത്താകുന്നത്. ലഖദ് അജ്മഅൽ ഹുസാബു ഫിയാ വഅജ്മഉ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പാട്ടുപാടിക്കൊണ്ട് വഫാത്തായില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്നതിൽ എനിക്ക് പരിഭവമില്ലെന്ന് പറഞ്ഞു പാട്ടുപാടിയ മഹാനായ വലിയ സൂഫിവര്യൻ റുവൈം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ സഈദുൽ ഹസ്സാർ റളിയല്ലാഹു അൻഹു സൂഫി ഗുരുവാണ്. അദ്ദേഹം വഫാത്തിന്റെ സമയമായപ്പോൾ പാട്ടുപാടുകയാണ്, ഹനീനു ഖുലൂബിൽ ആരിഫീന ഇല ദിക്രി വതിദ്കാറുഹും വഖ്തൽ മുനാജാതി ലിസ്സിർരി. ആരിഫീങ്ങൾ അള്ളാഹുവിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുക. കാരണം ദുനിയാവിലുള്ള കാലത്ത് അവർ മരിച്ചവരാണ്. എന്ത്? ദുനിയാവിലുള്ള കാലത്ത് അവർ മരിച്ചവരാണ്. അതുകൊണ്ട് ആ വള്ളിന്റെ മൂലക്കൽ എവിടെയെങ്കിലും ഇങ്ങനെ കൂടും. അവർക്ക് നിങ്ങളുടെ ദുനിയാവും ഇല്ല, നിങ്ങളുടെ ഒച്ചപ്പാടും ഇല്ല. നമ്മൾ പറയും നേരം വെളുക്കാത്തവർ, അതെ അവരാ ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിജീവികൾ. അവര് ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി മരിച്ചു കിടക്കുന്നവരാണ് അവർ. അള്ളാഹുവിലേക്ക് യാത്ര പോകുമ്പോഴാണ് അവർ ഹയാത്താകുന്നത്. ഇതെല്ലാം മരണത്തിന്റെ ആധ്യാത്മിക വ്യാഖ്യാനങ്ങളാണ്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി അവർകൾ വഫാത്താവുക. നേരത്തെ പറഞ്ഞ സംഭവം, ആരോ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിക്കൊടുത്തു. അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പോയി പണിയൊക്കെ ഇഷ്ട മറന്നിക്കണെങ്കിലല്ലേ ജോർമാക്കി തരണം. അങ്ങനത്തെ ആൺകുട്ടി അപ്പോഴും അവർക്ക് ധിക്കാരമല്ലേ? എന്ത് ധിക്കാരം? അതിന്റെ പേര് ധിക്കാരം തന്നെയാ. ഏത് ധിക്കാരം? അള്ളാഹുവിന്റെ ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാന്മാർ. എനിക്ക് മറന്നിക്കണമെങ്കിലല്ലേ നിങ്ങളൊന്ന് മാറി നിൽക്കും. വേറെ ഒരാളുടെ കഥ കേൾക്കണം. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴും മൂപ്പര് ചോദിക്കുക, അലൈസ സമ്മ അമ്രുൻ? വേറെ പണിയൊന്നും ഇല്ലാത്ത മാതിരി ഉണ്ടല്ലോ. വേറെ പണിയൊന്നും ഇല്ലാത്ത മാതിരി ഉണ്ടല്ലോ എന്നൊരർത്ഥം. അല്ലെങ്കിൽ ഇതല്ലാതെ വേറെന്തെങ്കിലും പണിയുണ്ടോ? ഇതല്ലാതെ വേറെന്തെങ്കിലും പണിയുണ്ടെങ്കിലല്ല നിങ്ങളിപ്പം വലിയ ഒരു ലായിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു ബിസ്ക്കറ്റ് ഇട്ട് ചായക്ക് കൂട്ടാൻ തരുന്ന മാതിരി. ഇത് ജീവിതം. വേറെ ഒരു മഹാൻ പറഞ്ഞത് അതിനേക്കാളും ഭംഗിയുള്ള വാക്കാ. റുവൈം റളിയല്ലാഹു നേരത്തെ ഞാൻ ഉദ്ധരിച്ചു. അദ്ദേഹത്തിനോട് ലായിലായില്ല ചൊല്ലി കൊടുത്തപ്പോ പറയാ, ലാ അഹ്സനു ലാ അഹ്സനു ഗൈറ. എനിക്കതല്ലാത്തതൊന്നും അറിഞ്ഞൂടാ, എനിക്കതല്ലാത്തതൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ നിങ്ങൾ വലിയ കാര്യത്തിൽ ചൊല്ലിത്തരണോ? എനിക്കത് മാത്രമേ അറിയൂ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ തന്നെ വഫാത്തായി പോയ ആളുകൾ, മൻ കാന ആഖിറു കലാമിഹി ഇൻദൽ മൗത്ത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. വഫാത്തിന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കിട്ടിയാൽ അവൻ സ്വർഗത്തിൽ കടന്നുവെന്ന് ത്വാഹ റസൂലുള്ളാഹി. മരണസന്ദർഭത്തിൽ പാലിക്കേണ്ട ഫിഖ്ഹി മര്യാദകളെ കുറിച്ചൊന്നും എന്റെ പ്രസംഗത്തിൽ തൽക്കാലം ഇല്ല. കാരണം അതും കൂടെ പറയാൻ ഒരുങ്ങിയാൽ വിഷയം എവിടെ എത്തൂല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. എന്നാലും ഞാൻ പറയാ, ചില ആളുകളൊക്കെ വടിയും ഭാര്യയും എടുത്തിട്ടാ കരിമെല്ലി കൊടുക്കുക. ചെല്ലടാ, ചൊല്ലിക്കൂടടാ, മിണ്ടാതിരിക്കട. അത് പറയാൻ പാടില്ല. കുൽ എന്ന് പോലും പറയേണ്ടതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്
നല്ല രൂപത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. അത് കേട്ട് അങ്ങ് ചൊല്ലിക്കിട്ടിയാൽ ഒരിക്കൽ ചൊല്ലി എന്ന് മനസ്സിലായ പിന്നെ ചൊല്ലരുത്. എന്താ, മറ്റൊരു വർത്തമാനത്തിലേക്കും കടക്കാതെ അങ്ങനെ അങ്ങ് കണ്ണു ചുമ്മിക്കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതല്ല മറ്റെന്തെങ്കിലും വർത്തമാനത്തിൽ പെട്ടുപോയി എന്ന് പിന്നീട് മനസ്സിലായാൽ പിന്നെയും ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹു. അവയവങ്ങൾ ചെയ്യേണ്ടത് മരിച്ച വീട്ടിൽ ചെയ്യാൻ. അതൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞ ഫിഖ്ഹിന്റെ ക്ലാസ്സും കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. മഹാന്മാരുടെ വഫാത്തിനെ പറ്റി പറയുമ്പോ ഇനി ഒന്നുകൂടെ പറയാ. അത് ചിരിക്കാൻ മാത്രമുള്ള ഒരു കഥയാ. ഒരു വലിയ വഫാത്ത്, സൂഫി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച മഹാൻ മരിക്കാൻ അങ്ങനെ കിടക്കുക. അപ്പോഴും പെണ്ണുങ്ങൾ കിടന്നിട്ട് അല്ലോ എന്റെ പടച്ചോനെ എന്റെ പുതിയാപ്പടാന്ന് പറഞ്ഞിട്ട് വമ്പിച്ച കരച്ച് മരിക്കുമ്പോഴേ പുതിയാപ്പിളക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഇതൊക്കെ. ഗൾഫ് പോകുമ്പോ എയർപോർട്ടിൽ ചെന്നിട്ട്, എയർപോർട്ടിൽ കരിപ്പൂർ എയർപോർട്ടിലുണ്ട് 2 വാതില്, ഒന്ന് ആഗമനം ഒന്ന് നിർഗമനം. മലയാളെ ഞാൻ പറഞ്ഞു, അത് ഒന്ന് ബാബുൽ വഹിക്ക്, മറ്റൊന്ന് ബാബുൽ ബുക്കായി. ഭർത്താക്കന്മാര് വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി ആഗമൻ ചിരിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ യാത്രയാക്കുക, സ്വീകരിക്കുക. മറ്റൊന്ന് കരയുന്ന വാതില, പോവുകയാണല്ലോ പടച്ചോനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരച്ചില്. എന്നാലേ ഒരു മഹാനായ വലിയ മരിക്കുമ്പം ഭാര്യ പിന്തുണ പ്രഖ്യാപിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാ വലിയ ചോദിച്ചത്, മായുബുക്കി, എന്തേ എന്താ കരയണത്? മരിക്കുമ്പോ ചോദ്യോ. അപ്പൊ പറഞ്ഞു, അലൈക്കാബുക്കി, നിങ്ങളെ കാര്യം വിചാരിച്ചിട്ട് കരയാണ് മുന്നാരോ. അപ്പോഴാ പറഞ്ഞത്, എന്നാലേ എനിക്ക് വേറെന്തെങ്കിലും പണിയുണ്ടോ? എടി, നിനക്ക് കരയണമെന്നുണ്ടെങ്കിലും എന്റെ കാര്യത്തിൽ കരഞ്ഞോ, എന്റെ കാര്യത്തിൽ തൽക്കാലം കരയണ്ട. 40 കൊല്ലായി ഞാൻ കരയുന്നു. ഹോ, എന്റെ ഈ കാര്യത്തിൽ ഇന്നത്തെ ദിവസം മര്യാദക്കങ്ങ് കഴിച്ചിലായി കിട്ടാൻ വേണ്ടി 40 കൊല്ലായി കരയുന്നു ഞാൻ. അനക്ക് ഇനി കരച്ചിലുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ, അല്ലെങ്കിലും ആ കരച്ചിലൊന്നും അവർക്ക് വേണ്ടിയല്ല, അതൊക്കെ അഭിനയങ്ങളല്ലേ. ഭാവനാത്മകമായി കേരളത്തിലെ ഒരു കവി പാടിയ പാട്ടാണത്. കരച്ചിലൊന്നും അവർക്ക് വേണ്ടിയൊന്നും അല്ല. എന്റെ പുതിയാപ്പള പോയി, എന്റെ ബാപ്പ പോയി, എന്റെ ഉസ്താദ് പോയി എന്ന് പറഞ്ഞാ എനിക്കിനി ആരാ, അവർക്കിനി ആരാണെന്നല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ സയ്യാത്ത് എന്ന മഹാൻ ഒരാളിങ്ങനെ മരിച്ചതിന്റെ പേരിൽ കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ വമ്പിച്ച കരച്ചിലും പിടിച്ചിലും ഒച്ചപ്പാടു. അപ്പോഴേ അദ്ദേഹം പറഞ്ഞു, അയാളെ മരിച്ചത് നിങ്ങൾ നിലവിളിക്കണോ? നിങ്ങൾ അയാളെ കാര്യത്തിൽ ഇങ്ങനെ വിഷമിച്ചിട്ട് നിലവിളിക്കുക. എന്നാലേ നിങ്ങളെക്കാൾ എത്രയോ അയാളാകണം. എന്താ, 3 ബേജാറിന് അയാൾ രക്ഷപ്പെട്ടു, 3 ബേജാറിന് അയാൾ രക്ഷപ്പെട്ടു. നിങ്ങളോ ഏതാ? ഒന്ന് സക്രാത്തുൽ മൗത്തിന്റെ വേദന അയാൾക്ക് ഉണ്ടാവില്ല, അയാൾ മരിച്ചു. പിന്നെ ഉള്ളത് മരണത്തിന്റെ സന്ദർഭത്തിൽ മലക്കിനെ സമീപിക്കുന്ന ആ ബേജാറുള്ള സമയം, അതും അയാൾ കഴിച്ചിലേക്കണം. മൂന്നാമത്തത് സൂൽ ഹാത്തിമ ഹുസ്നുൽ ഹാത്തിമ. എന്താകും ഇത്, എങ്ങനെയാണ് ഇത് ഇടുക? ഇതും അയാൾക്ക് ബേജാറിലാണ്, അയാൾ മരിച്ചിക്കണ്. അതുകൊണ്ട് നിങ്ങൾ കരയണമെങ്കിൽ ഇങ്ങൾക്കും വേണ്ടി കരഞ്ഞോളി. ഇത് നമ്മൾക്കൊക്കെ ഉള്ള നല്ല പാടാ. എന്ത്, മരിച്ച പുരയെ പോയി കരയാണെങ്കിൽ മരിച്ച മയ്യത്തിന് വേണ്ടിയല്ല കരയേണ്ടത്, നമുക്ക് വേണ്ടി കരയുക. കാരണം സ്വാലിഹീങ്ങളൊക്കെ അവർ കുറെ കാലം കരഞ്ഞു മരണ ദിവസം നന്നായി കിട്ടാൻ വേണ്ടി കരഞ്ഞു. അവർ നല്ലവരായി മരിച്ചു. അവർക്ക് വേണ്ടി പിന്നെ നമ്മൾ കരയണോ? ഇനി ചീത്ത ആളുകൾ മരിക്കുമ്പോൾ നമ്മൾ കരയേണ്ട വല്ല ആവശ്യമുണ്ടോ? പഹയം പോകുന്ന വഴിക്ക് പോകട്ടെ. ഫമാ ബക്കത്ത് അലൈഹി മുസ്തമ, ആകാശവും ഭൂമിയും കരയാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ കരയുന്നത്? അതുകൊണ്ട് പിന്നെ എന്താ, ദുഃഖമുള്ളിലുള്ളത് പ്രകടിപ്പിക്കാൻ വേണ്ടി കരയും. ആ കരച്ചിൽ ദുഃഖത്തിന്റെ വ്യസനത്തിന്റെ പ്രതിഫലനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പോലും കരഞ്ഞിട്ടുണ്ട്. കരച്ചിലിനെ ആക്ഷേപിച്ചതല്ല കേട്ടോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖത്തിൽ അനുശോചിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, അവരും കൂടി വരണമല്ലോ നമ്മുടെ കഥാപാത്രമായിട്ട്, അവർ വഫാത്തായപ്പോ മടിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയി അല്ലാഹുവിന്റെ റസൂൽ. വല്ലാത്ത കരച്ചിൽ, കണ്ണീർ കണങ്ങൾ അവിടുത്തെ കവിളിലൂടെ ഒഴിച്ചു ചാടി. ബുഖാരിയിൽ കാണാം. അപ്പോഴാ കൂട്ടുകാരനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവർ ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, തങ്ങളാണോ ഈ കരയുന്നത്? ഞങ്ങളോട് കരയരുത് എന്നൊക്കെ പ്രസംഗിച്ചു തന്നിട്ട് ഇപ്പൊ അവിടുന്നാണോ കരയുന്നത്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ വലാ നഖൂലു ഇല്ലാ മാ യർളാ ബിഹി റബ്ബുനാ, റബ്ബുൽ ആലമീനായ പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അൽ ഖൽബു തദ്മാ, കണ്ണീരുകൾ ഒലിക്കും. അത് ഈമാനുള്ളവരുടെ സ്വഭാവമാണ്. അത് മനസ്സിന്റെ ദുഃഖത്തിന്റെ അടയാളമാണ്. കരച്ചിലിന് കുഴപ്പമൊന്നുമില്ല. ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് വ്യതപൂണ്ട പ്രവാചകനായ പിതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരിക്കുമ്പോൾ കരയുന്നതിന് കുഴപ്പമില്ല. കരച്ചിൽ എപ്പോഴും നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കാര്യത്തിൽ കരയുക. എത്രയോ സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട വലിയ മഹാനാണ്. അദ്ദേഹം വഫാത്താകുന്ന നേരത്ത് ജുനൈദുൽ ബഗ്ദാദി അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, കൈഫ തജിദുക്, എന്താ അവസ്ഥ,
വേദന ഉണ്ടോ? സുഖക്കേടുണ്ടോ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സരിയത്തി പാട്ടുപാടുകയാണ്. കൈഫ അഷ്കൂ ഇലാ തബീബി മാബി വല്ലദീ ബി അസാബനീ മിൻ തബീബി. എനിക്ക് പരാതിയോ എനിക്ക് പരിഭവമോ ഇല്ല. കാരണം എനിക്ക് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ഡോക്ടറാണ് എനിക്കുണ്ടാക്കിയത്. ഡോക്ടറാണ് ഇതൊക്കെ ഉണ്ടാക്കി. ഏതാ ഡോക്ടർ? അല്ലാഹു അസ്സ വജൽ. അതുകൊണ്ട് ഡോക്ടറെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല. എനിക്ക് വന്നതൊക്കെ എന്റെ ഡോക്ടർ തന്നെ ചെയ്തതാ എന്ന് പറഞ്ഞുകൊണ്ട് കൈഫ അഷ്കൂ ഇലാ തബീബി മാബി വല്ലദീ ബി അസാബനീ മിൻ തബീബി എന്ന് പാട്ടുപാടി സന്തോഷത്തോടുകൂടി വഫാത്തായ ബഹുമാനപ്പെട്ട ശ്രീ യൂസുഫ് റളിയല്ലാഹു തആല അൻഹു. എത്രയോ മഹാന്മാരുടെ കഥയുണ്ട്. ഇന്ന് അവിടെ ഒന്നും എത്തൂല. നമ്മുടെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പരലോകത്തേക്കാണ്ട് കടന്നാൽ പിന്നെ ഈ കഥാപാത്രങ്ങളെയൊന്നും പറയാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് പറയാനുള്ളവരുടെ ഒക്കെ പേരങ്ങ് പറഞ്ഞോളണമല്ലോ. ബഹുമാനപ്പെട്ട ഇമാമുൽ മദീന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ബഹുമാനപ്പെട്ട ഇമാമുൽ സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരം ഇബ്രാഹിമുൽ മുസ്നി റളിയല്ലാഹു അൻഹു എന്ന ശിഷ്യൻ പറയുകയാണ്, ദഖൽതു അലൽ ഇമാമി ശാഫിഈ. ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്തായ ആ ദിവസം കാലത്ത് ഞാൻ അവിടത്തേക്ക് ചെന്നു, മുഖത്തേക്ക് നോക്കി. കൈഫ അസ്ബഹ്ത, ഉസ്താദെ എന്താണ് ഇന്നത്തെ അവസ്ഥ? എന്ത് തോന്നുന്നു നിങ്ങളുടെ ശാരീരിക അവസ്ഥ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇബാദത്ത് കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ, ഒരു കറാഹത്ത് പോലും മനഃപൂർവ്വം ചെയ്യാത്ത, 7ാമത്തെ വയസ്സിൽ ഖുർആൻ ശരീഫ് ഹൃദിസ്ഥമാക്കിയ, അല്ലാഹുവിന്റെ ദീനിനെ ഭൂലോകമാസകലം പ്രചരിപ്പിച്ച ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ ഇൽമ, ഭൂതലമാകമാനം ഇസ്ലാമിക വിജ്ഞാനത്തെ നടക്കുന്ന ഖുറൈശി പണ്ഡിതരെന്ന് പുന്നാര റസൂലുള്ളാഹി തങ്ങളുടെ നാവ് കൊണ്ട് പ്രവചിക്കപ്പെട്ട മഹാനായ ഇമാമുന ശാഫിഈ അവർ വഫാത്താകുമ്പോഴാണ് പറയുന്നത്, അസ്ബഹ്തു മിനദ്ദുനിയാ റാഹിലാ വലിൽ ഇഖ്വാനി മുഫാരിഖാ വലികഅസിൽ മനിയത്തി ശാരിബാ ഫവല്ലാഹി മാ അദ്രീ റൂഹി തസീറു ഇലൽ ജന്നതി ഫഉഹന്നീഹാ അൻ തസീറു ഇലൻ നാരി ഫവസിഹാ. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ ഇബ്രാഹിമുൽ മുസ്നി, ഇന്ന് നേരം വെളുത്തപ്പോഴേ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുമെന്ന് തോന്നുന്നു. എന്റെ കൂട്ടുകാരോടൊക്കെ യാത്ര പറയുന്ന ദിവസമാണിതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. മരണം അഭിമുഖീകരിക്കുന്ന ദിവസമാണിതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എനിക്കറിഞ്ഞുകൂടാ. മഹാനായ ശാഫിഈ ഇമാം മരിക്കുന്ന നേരത്തെ പരിഭവിക്കുകയാണ്. എനിക്കറിഞ്ഞുകൂടാ എന്റെ റൂഹിനെ സ്വർഗത്തിലേക്കാണോ കൊണ്ടുപോവുക എങ്കിൽ എനിക്ക് എന്റെ റൂഹിനെ ഒന്ന് അഭിനന്ദിക്കാമായിരുന്നു. എന്റെ റൂഹിനെ നരകത്തിലേക്കാണോ കൊണ്ടുപോവുക എങ്കിൽ എനിക്ക് അനുശോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വലമ്മാ ഖസാ ഖൽബി വലാഖതു മദാഹിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമ താവമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാനാഫു കാവമാ. 18 വരികൾ വഫാത്തിന്റെ നേരത്ത് പാട്ടുപാടിപ്പോയ ആളാ നമ്മുടെ ഇമാം ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. പാട്ടും പാടിപ്പോയ അമ്മഹാന്മാരുടെ കൂടെ പോയാൽ ഇൻഷാ അല്ലാഹ് നമുക്കും പാടാൻ പാട്ട് സ്വർഗത്തിൽ. അള്ളാഹു അവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഓരോരുത്തരുടെയും രംഗം ബീവി നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ കേട്ടിട്ടില്ലേ? സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ട് അവര്. നഫീസത്ത് ബീവി നോമ്പ് നോറ്റ് വൈകുന്നേരമായി ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു, സുഖക്കേട് കുറച്ച് ജോറാണ്, അതുകൊണ്ട് നോമ്പ് മുറിച്ചേ പറ്റൂ. നോമ്പും കൂടി ആയാൽ നിങ്ങൾക്ക് തീരെ ക്ഷീണം വർദ്ധിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ നോമ്പൊന്ന് മുറിച്ചോളൂ, നോമ്പ് സുന്നത്തല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് വിരിശൈബീവിൽ മൗത്ത് വന്ന് ഹാളിറായോ കത്ത് വൈദിയന്നൂരത്ത് നോമ്പൊഴിക്കുവാൻ തരിത്തവരോടോടി ഞാൻ മൂറിത്തിടാ സൗമാനെ തനിയവൻ നോമ്പോട് കൂടി എന്നെ ഇപ്പോൾ താനേ മരണമാക്കും എണ്ടുബിന്ദു ഓതിയെന്നാമാനെ മാനിതാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. അത്തരം സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞാൽ എവിടെ അവസാനിക്കാൻ? ആ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് അള്ളാഹു നമ്മളെയും ചേർക്കുമാറാകട്ടെ. ഹാത്തിമത്ത് നന്നാക്കി തരട്ടെ. ഈ ഒച്ചപ്പാട് കൊണ്ടൊന്നും കാര്യമില്ല സുഹൃത്തുക്കളെ. അവസാനം പാളിപ്പോയാൽ, ഇബ്ലീസിന്റെ ആ അവസ്ഥയിൽ പിഴച്ചുപോയാൽ, കുടുങ്ങിപ്പോയി, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇബ്ലീസ് കൂതിര കാട്ടിടും നേരം
ലൊയിനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. സുന്നത്തിയമായത്തിന്റെ മോമിനീങ്ങളെ, നമ്മുടെ ഈമാൻ കാക്കാൻ വേണ്ടി എന്തെല്ലാം കാവൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. എവിടെ പോയടോ അതൊക്കെ? വിദഅത്തിന്റെയും വേണ്ടാത്തരത്തിന്റെയും കുഴപ്പങ്ങളുടെയും നൂലാമാലകളിൽ പെട്ട് കുഴങ്ങിപ്പോയപ്പോൾ ഈമാൻ കാക്കാനുള്ള പരിപാടികളൊന്നും ഇന്ന് ചെയ്യാത്തവരായിപ്പോയി മുസ്ലിമീങ്ങൾ. അള്ളാഹു നമ്മളെ ഉയർത്തുമാറാകട്ടെ. പഴയകാല സുന്നി ഈമാൻ എന്തൊരു നല്ല അവസ്ഥയാ. ബദരീങ്ങളുടെ ബെയ്ത്തൊക്കെ ഓരോ വരി ചൊല്ലി 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 അപ്പോഴും പറയാനുള്ളത് അത് തന്നെയാണ്. പടച്ചവനെ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ബദരീങ്ങളുടെ പേരും പറഞ്ഞു പാട്ടും പാടി ജീവിച്ച ഒരു മോമിനായ മനുഷ്യൻ ഇബ്ലീസിന് തൊടാൻ കഴിയില്ല, സംശയമൊന്നുമില്ല. കാരണം ഇന്ന ഇബാദീ ലൈസ ലക അലൈഹിം സുൽത്താൻ. ഗോ ബാക്ക്. ഇബ്ലീസ് തൊടാൻ പറ്റില്ല, അതെന്റെ ആൾക്കാരാ, എന്റെ ആൾക്കാരാ. റസൂലുള്ളാഹിയെയും ബദരീകളെയും മുഹയ്യിദ്ദീൻ ശൈഖിനെയും ഒക്കെ കൊണ്ടു നടന്ന ആൾക്കാരാ. തൊട്ടുപോകാൻ പറ്റില്ല, പോവിടുന്ന് എന്ന് അല്ലാഹു തആല ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഇബ്ലീസിനെ. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ കൂട്ടിത്തരട്ടെ. ഇനി മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രംഗത്തെ പറഞ്ഞ ഒരൊറ്റ ഹദീസ്, ഇതൊരു വിരുന്നാണ് ഇൻഷാ അല്ലാഹ്. മറ്റു ഫിഖ്ഹി കാര്യങ്ങളിലേക്കൊന്നും കടന്നാൽ ഇന്നത്തെ നമ്മുടെ വാൾ എവിടെ എത്തില്ല. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഉറക്ക ചൊല്ലിക്കോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അവിടുന്ന് മരണത്തിൽ നിന്നുള്ള യാത്ര, അവിടുന്ന് അങ്ങോട്ടുള്ള പോക്ക്, അവിടുന്ന് അങ്ങോട്ടുള്ള അവസ്ഥ, ഖബർ, അത് മുഴുവൻ ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കൽ. എവിടുന്നാ പ്രസംഗം എന്നറിയോ? പള്ളിപ്പറമ്പ് ശ്മശാനത്തും. പള്ളിപ്പറമ്പ് നിശാങ്കല്ലുകൾക്കിടയിൽ വെച്ചൊരു പ്രസംഗം നടത്തി സയ്യിദുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട സഹാബി വര്യനായ ബറാ ഇബ്നു ആസിബിൽ നിന്ന് നിവേദനം ചെയ്ത സുപ്രസിദ്ധമായ ഹദീസ് ഇമാം അഹ്മദ്, ഇമാം അബൂ ദാവൂദ്, നസായി, ഹാക്കിം, ബൈഹഖി, ഇബ്നു ഹിബ്ബാൻ എല്ലാ മഹാന്മാരും ഉദ്ധരിച്ച സഹീഹായ ഹദീസ്. അതുപോലെ ഇമാം അൽ ഹാഫിദ് അബൂ യഅല റളിയല്ലാഹു അൻഹു അവരും ഉദ്ധരിച്ച രണ്ട് ഹദീസുകളുടെ സംയുക്ത റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി ശാന്തമായിരിക്കുക, അല്പസമയം ഇനി ഞാനല്ല പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസിന്റെ വ്യാഖ്യാനം മാത്രം പറയുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങള് മൂമിനീങ്ങൾ മരിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു തന്നു, ഫാജിരീങ്ങൾ മരിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു തന്നു. മൂമിനീങ്ങൾ മരിക്കുന്ന ആ സന്തോഷപ്പെട്ട രംഗം ആദ്യം പറയാം. അത് റാഹത്തുള്ള ഒരു കാര്യ. ആ വർത്തമാനത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അക്കൂട്ടത്തിലേക്ക് അങ്ങ് ചേർത്തി തരട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സംഭവം എപ്പോഴാ? ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലെ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി വഫാത്തായി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കൂടെ പോയി. വഫാത്തായ മഹാനായ അൻസാരിയെ ജനാസയും തോളിലേറ്റി പള്ളിപ്പറമ്പിലേക്ക് ചെന്നു. ബഖീഉൽ ഗർഖദ്, മദീനത്തെ പള്ളിയിലെ ആ ശ്മശാനമുണ്ടല്ലോ, ഇന്നും ജന്നത്തുൽ ബഖീഅ്, ജന്നത്തുൽ ബഖീഅ് എന്നാ നമ്മൾ പറയാ. ബഖീഉൽ ഗർഖദ് എന്നായിരുന്നു മുമ്പത്തെ പേര്. 10,000-ത്തിലധികം സഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യ മഖ്ബറയാണ് മദീന ശരീഫിലെ ജന്നത്തുൽ ബഖീഅ്. അല്ലാഹു തആല അവിടെയൊക്കെ നമ്മളെ ഇനിയും എത്തിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ തന്റെ സഹോദരന്റെ ജനാസയുമായി സഹാബാക്കളുടെ കൂടെ ബഖീഉൽ ഗർഖദിലെത്തി. എത്തി നോക്കിയപ്പോൾ വലമാലം യുൽഹദ്, കുഴി പൂർത്തിയായിട്ടില്ല, ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഖബർ കിളക്കുന്നവർ കിളച്ചുകൊണ്ടിരിക്കുക. വിശാലമായ മൈതാനം, കള്ളിച്ചെടികൾ പോലത്തെ ഒരു പ്രത്യേക ചെടികൾ പരന്നു കിടക്കുന്ന വിശാലമായ ഭൂമി, നൂറുകണക്കായ കൂട്ടുകാർ കൂടെ മയ്യത്ത് അവിടെ വെച്ചു. ഖബറിന്റെ അടുത്ത് മയ്യത്ത് അവിടെ വെച്ചു. ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് തോന്നി, ഏതായാലും ഇനി ഓടണ്ട, ഇവിടെ തന്നെ ഇരിക്കുക, ഖബറിന്റെ പണി പൂർത്തിയാകാൻ ആയിട്ടുണ്ടല്ലോ. അവിടുന്ന് ഒരു ചെറിയ കല്ലുമൽ ഇങ്ങനെ ഇരുന്നു. മദീനത്തെ ബഖീഉൽ ഗർഖദിൽ, പള്ളിപ്പറമ്പിൽ, പള്ളിക്കാട്ടിൽ അല്ലാഹുവിന്റെ റസൂല് തന്റെ ശിഷ്യനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഇരുന്നു എന്ന് മാത്രമല്ല, വഫീ യദിഹി ഉദുൻ, അവിടുത്തെ കയ്യിൽ ചെറിയൊരു വടിയുണ്ട്, ഒരു ചെറിയ വടി. അത് ചിലപ്പൊക്കെ ഉണ്ടാവും കയ്യിൽ ചെറിയൊരു വടി. അത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിലും ഉണ്ടാവും. ആ പാരമ്പര്യ അത് ചില അറബികളുടെ കയ്യിലൊക്കെ ഉണ്ട്, പാരമ്പര്യം ഉള്ളത് തന്നെയാണത്. ഒരു ചെറിയ വടി, വെറും കുത്തിപ്പിടിക്കാൻ മാത്രമൊന്നും അല്ല. റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ചെറിയൊരു വടി. ഈ വടിയും പിടിച്ച് കല്ലുമൽ ഇങ്ങനെ ഇരിക്കുക. നബി കീപ്പട്ടാ നോക്കുന്നത്. കീപ്പട്ട് നോക്കിയിട്ട് ആ വടി കൊണ്ട് ഇങ്ങനെ വരക്കുന്നു, അലക്ഷ്യമായ വര. ഇതൊക്കെ സഹാബികൾ പറയുമ്പോ എന്താ അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? റസൂലുള്ളാഹിന്റെ വാദിനെ പറ്റി അവര് നമുക്ക് ഇങ്ങനെയാ പറഞ്ഞു തന്നത്. മനസ്സിന്ന് മറക്കുവോ? ഞാനും അത് പറയുകയാ. മഹാനായ റസൂലുള്ളാഹി തങ്ങള് നിലത്തോട്ട് നോക്കി ആ കല്ലുമല് കുത്തിരുന്നിട്ട് ഇങ്ങനെ വരക്കുന്നു നിലത്ത്. സഹാബാക്കളോ ഫജലസ്നാ ഹൗലഹു കഅന്നാലാ റൂസിന തുയൂർ. പള്ളിപ്പറമ്പിൽ റസൂലുള്ളാഹി എന്നപ്പോഴേക്ക് പിന്നെ ഞങ്ങൾ അന്വേഷിച്ചില്ല. ബീഡി വാങ്ങാൻ കുറച്ച് ആൾക്കാര് പുറകോട്ട്, ചായ കുടിക്കാൻ
ഇരിക്കാൻ വേറെ ആളുകൾ പള്ളിപ്പറമ്പിന്റെ പുറത്തേക്ക് ഇല്ല. ഞങ്ങളും ഇരുന്നു അവിടെ തന്നെ. എങ്ങനെയാ ഇരുത്തം? റസൂലുള്ളാഹിന്റെ ഇൽമിന്റെ മജ്ലിസിൽ സഹാബത്തിരുന്ന ഇരുത്തം. പുന്നാർ നബിയുടെ സദസ്സിൽ അച്ചടക്കം, ശാന്തത. കഅന്ന അലാ റൂസിന തുയൂർ. ജീവനുള്ള ഒരു പക്ഷി തലക്കുമേൽ വന്നിരുന്നാൽ ആ പക്ഷി പാറിപ്പോകാതിരിക്കാൻ എത്രത്തോളം ഒതുങ്ങിയിരിക്കണം, അതുപോലെയാ ഞങ്ങളെ ഇരുത്തം. നമ്മളെ ഈ സദസ്സ് അൽഹംദുലില്ലാ ആരും അനങ്ങുന്നില്ല. ഇതാണ് മര്യാദ. 2 മണിക്കൂർ 2.5 മണിക്കൂറല്ലേ മര്യാദക്ക് അവിടെ ഇരിക്കുക, അത് ഏറ്റവും നല്ലതാ. തലക്ക് മുകളിൽ പക്ഷി വന്നിരിക്കുന്നവൻ കരുതുന്നത് പോലെ ശാന്തമായി ഞങ്ങൾ അവിടെ ഇരുന്നു. റസൂലുള്ള താഴോട്ട് നോക്കി ഓരോ വരകൾ ഇങ്ങനെ വരക്കുന്നു. പെട്ടെന്ന് റസൂലുള്ളാഹി ആകാശത്തേക്ക് തല ഇങ്ങോട്ട് ഉയർത്തി, മുകളിലേക്ക് ഇങ്ങോട്ട് ഉയർത്തിയിട്ട് ഒരൊറ്റ വാക്ക്, استعيذوا بالله من عذاب القبر استعيذوا بالله من عذاب القبر استعيذوا بالله من عذاب القبر. വിശ്വാസികളെ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുവീൻ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുവീൻ എന്ന് 2-3 പ്രാവശ്യം അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മുഅ്മിനീങ്ങൾ മരിക്കുന്ന രംഗം എങ്ങനെയാണ്, മുഅ്മിനീങ്ങളുടെ അവസാനത്തെ സമയം എങ്ങനെയാണ്? ഇദാ കാന ഫിൽ ഖിതാഇ മിനദ് ദുനിയാ വ ഇഖ്ബാലി മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാഅ ബിയദുൽ വുജൂഹ് കഅന്ന വുജൂഹുഹും ശംസ്. ആ പള്ളിപ്പറമ്പിൽ വെച്ച് പാറക്കല്ലുമ്മൽ ഇരുന്നിട്ട് സഹാബത്തോട് റസൂലുള്ള പഠിപ്പിച്ച ആ വഅദ്, മരണത്തെക്കുറിച്ചുള്ള ഉപദേശം, ഖബറിനെ കുറിച്ചുള്ള ഉപദേശം, ഖബറിലെ ശിക്ഷയെക്കുറിച്ചുള്ള പരാമർശം, അതും കൂടെ പറഞ്ഞ ഇന്നത്തെ പ്രസംഗം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ അങ്ങ് മരിച്ചു തീരണമല്ലോ, അപ്പോഴല്ലേ വിഷയാവുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, ഖബറിലേക്ക് പോകുന്ന രംഗം സത്യവിശ്വാസിയുടെ ദുനിയാവിലെ അവസാനത്തെ സമയവും ആഖിറത്തിലെ ആദ്യത്തെ സമയവുമായാൽ അതൊരു വല്ലാത്ത വാക്കാ. ദുനിയാവിലെ അവസാനത്തെ സമയവും ആഖിറത്തിലെ ആദ്യത്തെ സമയവും ഒരു പ്രത്യേക മജ്മഅ്, ഒരു പ്രത്യേക ജോയിന്റ് സമയമാണത്. ആ സമയം അവിടെയാണ് കാവല് വേണ്ടത്, അവിടെയാണ് ഫാത്തിമത്ത് നന്നാവേണ്ടത്. ആ സമയമായാൽ ആദ്യം തന്നെ അള്ളാഹുവിന്റെ കൽപ്പന അതാ വരുന്നു മലക്കുകളോട്. ആ ടൈം ഇങ്ങോട്ടായാൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ്. 1 സെക്കൻഡിന് ഒരു കുഴപ്പം എവിടെയും വരൂല. അള്ളാഹുവിന്റെ മലക്കുകളോടുള്ള കൽപ്പന. ഇമാം ഹാഫിദ് അബൂ യഅല അൽ-മൗസിലി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹു തആല മലക്കിനെ വിളിച്ചിട്ട് മലക്കുൽ മൗത്ത് വിളിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന, ഇൻതലിഖ് ഇലാ വലിയ്യിൻ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്റെ ദുനിയാവിൽ ഇന്നാലിന്റെ രാജ്യത്ത് എന്റെ ഒരു അടിമയുണ്ട്, നല്ല മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ, അവന്റെ അടുത്തേക്ക് നീ ഒന്ന് പോകണം, വരാൻ പറയണം, ഫഅ്സിനി ബിഹി, ഒന്ന് കൊണ്ടുവരണം. നോക്ക്, കൊണ്ടുപോകുന്ന രംഗത്തെ പറ്റി റസൂലുള്ളാഹിന്റെ ആ വാക്ക് വല്ലാത്ത വാക്കാ. മലക്കിനോട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ എന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവരണം. അള്ളാഹു പറയുകയാണ്, ഫഇന്നി ഖദ് വറദ്തുഹു ബിസ്സറാഇ വല്ലറാഇ ഫവജദ്തുഹു ഹൈസു അഹദ്. എല്ലാ നിലക്കും ഞാൻ അവനെ പരീക്ഷിച്ചിട്ടുണ്ട്. കുറെ ഭക്ഷണം കൊടുക്കാതെ നോക്കി, കുറെ സുഖക്കേട് കൊടുത്ത്, കുറെ കളിയാക്കി നോക്കി, കുറെ എതിർപ്പുകൾ, എന്തെല്ലാം കളി കളിച്ചിട്ടും ആ മനുഷ്യൻ അവൻ അള്ളാഹു പൊരുത്തപ്പെട്ടെടുത്താ ഉള്ളത്. ആ രൂപത്തിൽ ജീവിച്ച ഒരു അടിമ ഉണ്ട് ഇന്ന സ്ഥലത്ത്. അള്ളാഹു ആ സ്വഭാവം നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ. ദുഃഖത്തിന്റെ സമയത്തും എടങ്ങേറിന്റെ സമയത്തും സന്തോഷത്തിന്റെ സമയത്തും സന്താപത്തിന്റെ സമയത്തും അള്ളാഹു പൊരുത്തപ്പെട്ട പോയിന്റിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു കൊണ്ടുപോകുന്ന രംഗായി പറയുന്നത്, എനിക്കൊന്ന് കാണണം അവനെ, എനിക്ക് അവനെ ആശ്വസിപ്പിക്കുന്ന ദിവസമാണിന്ന്, അവനെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് കൊണ്ടുവരണം എന്ന ഓർഡർ ലഭിക്കുകയാണ്. അങ്ങനെ മലക്കുൽ മൗത്തിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് കൽപ്പന വന്നു. ഇതൊന്നും നമ്മൾ അറിയണ്ട, അതൊക്കെ നേരത്തെയുള്ള തീരുമാനപ്രകാരം എന്തൊരു സംവിധാനമാണ്. മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങും. നമ്മളൊക്കെ വിചാരിച്ച അസ്റായിൽ നിന്ന് ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ വന്നിട്ട് കൈയൊന്ന് മുടന്തിയിട്ട് പതുക്കെ രക്ഷപ്പെട്ടൂടെ? സാധിക്കൂലടോ. ഒരസ്റായിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് നോക്കിക്കാളാന്നുണ്ട് എന്നൊക്കെ. എന്നാ ഒരസ്റായിലൊന്നും അല്ലട്ടോ. ഇത് ചിരിക്കാൻ പറ്റുന്ന വിഷയമല്ല. പക്ഷെ നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മളെ അവസ്ഥ എല്ലാം അങ്ങനെ തന്നെയാ. നിസ്കാരത്തിനൊക്കെ നിൽക്കണത് കണ്ട് ചിലപ്പോ നിസ്കാരത്തിന് പള്ളിയിൽ കണ്ട് പോയി ചൊല്ലി വിടവാ പടച്ചവനോടെ കയ്യൊക്കെ കെട്ടിയിട്ട് ആ ഗെറ്റപ്പും ആ ഗുട്ടൻസും ഒക്കെ കണ്ടാൽ ഇതുപോലുള്ള ഒരു ധിക്കാരവും നടക്കാൻ പറ്റുമോ സുഹൃത്തെ? അസ്റായിൽ എന്ന മലക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ അസ്റായിൽ ഗ്രൂപ്പ് എന്ന വേറെ ഒരു പണ്ഡിതൻ പറഞ്ഞത് അതിന് ശരിയാണോ എന്ന് തോന്നുന്നു. ഒരു അസ്റായിൽ ആയിക്കൊള്ളണമെന്നില്ല, അസ്റായിൽ ഗ്രൂപ്പ്. അള്ളാഹുവിന്റെ സംവിധാനം അതുപോലെ, അള്ളാഹു ആലം. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ലക്ഷോപലക്ഷം മലക്കുകൾ ഇറങ്ങുന്നു.
ഇതൊക്കെ എന്റെ വീട്ടിലും നിങ്ങളെ വീട്ടിലും ഉണ്ടാവേണ്ട കാര്യ. ഇൻഷാ അല്ലാഹ് ഇതൊന്നും അമേരിക്കയിലും ലണ്ടനിലും ഭർത്താനല്ല പറയണത്. ഇതൊന്നും വേറെ ഏതെങ്കിലും കുട്ടികളെ കഥയല്ല പറയണത്. ഇത് നാടകവും നോവലും അല്ല. ഇൻഷാ അല്ലാഹ് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ഉണ്ടാകേണ്ടതാ. ഇതുപോലെ ആവട്ടെ നമ്മുടെ ജീവിതം. മലക്കുകൾ ലക്ഷോപലക്ഷം ഇറങ്ങും. ഹദീസ് പറയുന്നത് കണ്ണെത്താ ദൂരത്ത് മലക്കുകൾ 1, 2, 10, 100 അല്ല. അതുകൊണ്ടാണ് മോമിനീങ്ങളെ മരിക്കുന്ന വീട്ടിൽ, മരണം സ്വഭാവമുള്ള രോഗിയുടെ വീട്ടിൽ റഹ്മത്തിന് മലക്കുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കണം. ഫോട്ടോ തൂക്കിയിട്ട സംഗതികൾ, അതുപോലെ ജനാപത്തുകാര് പട്ടിയെ കെട്ടിയിട്ട രൂപം, അത്തരം സ്വഭാവങ്ങളൊന്നും അവിടെ യോജിച്ചതല്ല. റൂമിനെയും വീടിനെയും ഒക്കെ അലങ്കരിച്ച് അതിന് പറ്റുന്ന രൂപത്തിലാക്കി എടുക്കണം. അങ്ങനെ മലക്കുകൾ കണ്ണെത്തും ദൂരത്ത് ചുറ്റും വന്നിരിക്കും. വെളുത്ത സന്തോഷവാന്മാരായ മലക്കുകൾ, സൂര്യനെ പോലെ വെളിച്ചമുള്ള മലക്കുകൾ. കേട്ടോ, ഞാൻ കണ്ടില്ലല്ലോ. എന്റെ ബാപ്പ മരിച്ചപ്പോ ഞാൻ കണ്ടില്ല. എടോ കാണുമോ? എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുക. പറഞ്ഞവനോടാ ഞാൻ പറയണത്. ആ ഉറങ്ങുന്ന ആളിപ്പോ എവിടെ ഉള്ളത് അറിയോ? അബുദാബിയില. ഓൻ കരിപ്പൂര് പോയി ജീപ്പ് കയറി. ജീപ്പ് ആ ഹമ്പുമ്മ കയറിയപ്പോ ചാടി. അപ്പം മരിക്കോന്ന് പേടിച്ച് കരിപ്പൂരെത്തി. വിമാനത്തിൽ കയറി. വിമാനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കള്ളും കുടിച്ച് അങ്ങനെ അബുദാബിയിലെത്തി. അബുദാബിയിലെത്തിയപ്പം കഫീൽ വന്ന് ജോലിയില്ല. ഇങ്ങനെയൊക്കെ വന്നു. കണ്ണ് അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിലോ കുടുങ്ങിയേ. പിന്നെ മൂത്രിക്കാൻ കഴിയോ? നമുക്ക് മൂത്രിക്കാൻ കഴിയോ? കാശിക്കാൻ കഴിയോ? മലക്കളെ കാണുന്ന ഒരു കണ്ണ് നമുക്ക് അള്ള തന്നാ പിന്നെ കക്കൂസ് പോയിട്ട് പൊന്തിക്കാൻ കഴിയോടോ നമുക്ക്? ഏത് മനുഷ്യനാവട്ടെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റുന്ന കണ്ണാ ദുനിയാവ് തന്നത്. ആഖിറത്തിൽ കണ്ണിന് മൂർച്ച കൂടും. അവിടെയുണ്ട് മൂർച്ച കൂടും. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. നിന്റെ കണ്ണിന് മൂർച്ചയുണ്ടോ എന്ന് പറയുന്ന അവസ്ഥ ഇൻഷാ അല്ലാഹ് വരും. ആ ഭാഗമൊക്കെ നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഈ മലക്കുകളുടെ വരവൊക്കെ സത്യ. അത് നമുക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കാലുകുത്താൻ ഒരു സ്ഥലം മദീനത്തില്ല മക്കളെ. എല്ലായിടത്തും മലക്കുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. എന്ന വലിയ സഹാബി വഫാത്താകുന്ന ഈ സന്ദർഭത്തിൽ അർശ് പോലും കിടിലം കൊള്ളുകയാണ്. അതാണ് മുഅ്മിനിന്റെ മരണത്തിന്റെ സമയം. അങ്ങനെ ലക്ഷോപലക്ഷം മലക്കുകൾ വരുന്ന രംഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അങ്ങനെ ആ മലക്കുകളുടെ കൂടെ എന്തുണ്ടാകുമെന്നറിയോ? മാഹും അക്ഫാനും മിനൽ ജന്ന വഹനൂത്തും മിനൽ ജന്ന. നീട്ടി പറയുന്നില്ല. സ്വർഗീയ പുടവകൾ, സ്വർഗീയ പരുത്തികൾ, അവനെ കൊണ്ടുപോകാനുള്ളതൊക്കെ അവർ തന്നെ കൊണ്ടുവരും. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിയ തരം സാധനം. അതിന് വല്ലാത്ത കസ്തൂരിയുടെ സുഗന്ധമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. അങ്ങനെ മലക്കുകൾ ഇങ്ങോട്ട് വന്ന് ചുറ്റും 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 ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ വനതല മലക്കുൽ മൗത്ത് വരിക. അസ്റായീൽ പിന്നെയാണ് വരിക. എല്ലാം റെഡിയായി, അവിടെയൊക്കെ സംഭവമൊക്കെ ആയി. ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. കൃത്യ ടൈമിനെ പറ്റുള്ളൂ. ലാ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ. അങ്ങനെയല്ല, വലാ യസ്തഖ്ദിമൂൻ. ഹാഫിളീങ്ങളൊക്കെ ഉണ്ടായാലുള്ള ഗുണാതാ. ഓല് വഅളേക്കാൻ വരുന്നതല്ല, നമ്മളെ ദുആക്ക് ആമീൻ പറയാനും നമ്മളെ തെറ്റ് തിരുത്തി തരാനും ഒക്കെ ഉള്ളവരാ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മലക്കുൽ മൗത്ത് അസ്റായീൽ വന്നു. അസ്റായീൽ വന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ പരിപാടികളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സമയം ഇങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ റൂഹിന് അവസ്ഥ മാറി. മുഅ്മിനായ മനുഷ്യന്റെ റൂഹിന്റെ അവസ്ഥ മാറി. റൂഹ് കാണാൻ തുടങ്ങി കാഴ്ചകൾ. മലക്കുകളെ കാണുന്നു. എന്തിനാ മലക്കുകളൊക്കെ വന്നത്? അല്ലോ, സ്വർഗത്തിലെ പുടവകൾ, മലക്കുകളുടെ മുഖം. അപ്പോഴേക്ക് മലക്കുകൾ പറയാൻ തുടങ്ങി, അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ.
ഈ വാക്കുകളൊക്കെ കേട്ട് മൂമിനിന്റെ മനസ്സ് അതുകൊണ്ടാ ഇരിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ മുമ്പ് പറഞ്ഞില്ലേ. അപ്പോഴാണ് റൂഹ് വല്ലാത്ത സന്തോഷം. അപ്പൊ ശരീരത്തിനൊരു വിഷമം ഉണ്ടാവുമല്ലോ, ശരീരത്തിന് അവിടെ ദുനിയാവിൽ ഇട്ടച്ച് പോവുകയാണല്ലോ. അപ്പോഴാ ശരീരത്തിനോട് പറയും, സാരല്ല സാരല്ല, ഞാൻ അങ്ങോട്ട് തന്നെ വരും, സാരല്ല, നമുക്ക് ഒന്നിച്ചു കൂടാം. റസൂലുള്ളാഹി പറയുന്നു, ഒരു കുട്ടി കരയുമ്പോൾ കുട്ടിയുടെ ഉമ്മ എങ്ങനെയാണോ ആശ്വസിപ്പിക്കുക, ഇതുപോലെ റൂഹ് അവനവന്റെ ശരീരത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. മലക്കുൽ മൗത്ത് വന്നിട്ട് ആദ്യത്തെ ഡയലോഗ്, അഖ്റുജി ഉഖ്റുജി അയ്യത്തുഹ റൂഹു ത്വയ്യിബ ഇലാ സിദ്രിൻ മഖ്ലൂദ് വതൽഹിൻ മംലൂദ് വളില്ലിൻ മംദൂദ് വഫാഇൻ മസ്കൂബ്. സ്വർഗത്തിലെ കാഴ്ചകളാണ് ആ പറഞ്ഞതൊക്കെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബികി എന്നതിന്റെ മറ്റൊരു പര്യായം. മഹാനായ മലക്ക് വന്നുകൊണ്ട് ഈ വാക്കിങ്ങോട്ട് പറയും, പോകാം, നമുക്ക് പോകാം, അല്ലാഹു നിങ്ങളെ കാത്തിരിക്കുന്നു, അവന്റെ മലായിക്കത്ത് കാത്തിരിക്കുന്നു, സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കും. മഹാനായ റസൂലുള്ളാഹി പറയുകയാണ്, ആ മലക്ക് ഡീസന്റ് ആയിട്ട് പെരുമാറുള്ളൂ. ഇതൊക്കെ മുഅ്മിനോടാട്ടോ, ഇതൊക്കെ മുഅ്മിനോടുള്ള രംഗം മാത്രം ഇപ്പൊ പറയണത്. ഇൻഷാ അല്ലാഹ് മറ്റൊന്നും നമുക്ക് പറയണം. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ലമലകുൽ മൗതി അശദ്ദു ലുത്ഫൻ ബിഹി മിനൽ വാലിദത്തി ബിവലദിഹാ. ഒരുമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്നതിനേക്കാൾ ഏറെ വാത്സല്യത്തോടു കൂടിയാണ് മലക്കുൽ മൗത്ത് പെരുമാറുക. കാരണം എന്താ? മലക്കുൽ മൗത്തിന് അറിയാം ഇതാരാ. പോരുമ്പോ തന്നെ കമ്പ്യൂട്ടറൊക്കെ നോക്കിയിട്ടാ മൂപ്പര് പോരുന്നത്, ഇതെവിടെയാണ്, ഇത് ആരാണ്, ഇത് സ്വർഗത്തിൽ എവിടെയാ സീറ്റ്. ഇതൊക്കെ നേരത്തെ തന്നെ അങ്ങനെയല്ലേ, അഡ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ ബെഡൊക്കെ നമ്പറൊക്കെ നോക്കിയിടും. ഇതെന്റെ ബന്ധപ്പെട്ട ആളാ, അതുകൊണ്ട് നല്ല ബെഡിലാടാൻ ഡോക്ടറൊക്കെ നോക്കിയിട്ടാ വില്ല എഴുതുക. അസ്രായീൽ അതൊക്കെ കണ്ടിട്ടാ സംഗതിയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, ഫഇന്നഹു യഅരിഫു, മലക്കിനറിയാം, അന്ന ഹാദിഹി റൂഹ ഹബീബത്തുൻ ഇലാ റബ്ബിഹാ, അല്ലാഹുവിന് പ്രിയപ്പെട്ട റൂഹാണ്. അതുകൊണ്ട് മര്യാദക്ക് അല്ലാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ അല്ലാഹുവിന് പ്രിയമാവുകയുള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ റൂഹിനെ പിടിക്കുന്ന രംഗം രണ്ട് ഉദാഹരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന രണ്ട് ഉദാഹരണം, അത് രണ്ടും പെട്ടെന്ന് പറയാം. കമാ തസല്ലു ഷഅറത്തു മിനൽ അജീൻ, കുഴച്ചു വെച്ച ഗോതമ്പ് മാവ്, നല്ല മാർദ്ദവമായി കിടക്കുന്ന മാവ്, അതിൽ നിന്ന് ഒരു മുടിനാര് വലിക്കുന്നത് പോലെ. എത്ര സിമ്പിളാണ്, എത്ര പെട്ടെന്നാണ്, ഒരു വിഷമമില്ലാതെ കയ്യിന്റെ കൂടെ വരും. ഒന്ന്. രണ്ടാമത്തത് ഇതിനേക്കാളും ഹൃദയസ്പൃക്ക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒട്ടകത്തിന്റെ വലിയ തോൽപാത്രം, അത് നിറച്ചും ശുദ്ധജലം, അത് കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. കെട്ടിയിട്ട ഭാഗം ഇങ്ങോട്ട് അഴിച്ചാൽ ശുദ്ധജലം ഒഴുകി വരുന്നത് എങ്ങനെയാ? എന്താണ് ഈ ഉദാഹരണങ്ങളൊക്കെ? മറക്കാൻ പറ്റുമോ മുഅ്മിനെ? മുഅ്മിനീങ്ങളുടെ റൂഹ് ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രംഗമാണ് പറയുന്നത്, മലക്കിന്റെ കയ്യിലേക്ക് പോകുന്ന രംഗം. ആ തോൽപാത്രത്തിൽ നിന്ന് ശുദ്ധജലം കെട്ടഴിച്ചാൽ ചാടി ചാടി പുറത്തേക്ക് തടസ്സമില്ലാതെ വരുന്നത് പോലെ മലക്കിന്റെ കയ്യിലേക്ക് വരും. മലക്കിന്റെ കയ്യിലേക്ക് വന്നാലോ പിന്നെ ആ മലക്ക് ഉടനെ കൈമാറി തൊട്ടടുത്തിരിക്കുന്ന മലക്കുകളിലേക്ക്. റസൂലുള്ളാഹി ആ സമയത്ത് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നത്? ഖുർആൻ പറഞ്ഞിട്ടില്ലേ, അല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന എന്ന ആയത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടെ സഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ഖുർആനിൽ തന്നെ ഈ വഫാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ മുഖറബീങ്ങളിൽപ്പെട്ട നല്ല മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ 3 രക്ഷകൾ അവനുണ്ടായിരിക്കുമെന്ന് ഖുർആൻ. ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, മരിക്കുന്ന നേരത്ത് സന്തോഷം, റൈഹാനിന്റെ സന്തോഷം, സുഗന്ധം, വജന്നത്തു നഈമിന്റെ സന്തോഷം. ഈ 3 സന്തോഷം കൊണ്ട് മരിക്കാൻ അല്ലാഹു തആല നമുക്ക് യോഗം നൽകുമാറാകട്ടെ. അങ്ങനെ മലക്കുൽ മൗത്ത് പിടിച്ചാൽ പിന്നെ അടുത്ത മലക്കുകളിലേക്ക് കൊടുക്കും. അങ്ങനെ റൂഹ് അങ്ങോട്ട് പോകുന്ന സമയത്ത് റൂഹ് ശരീരത്തോടുണ്ടൊരു സലാം പറച്ചില്. പ്രതീകാത്മകമല്ല ഇതൊന്നും, ഇതൊക്കെ നടക്കും. റമളാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഇല്ലേ ഒരു സലാം പറയുന്ന പരിപാടി? ജുമാന്റെ ഖുതുബയിൽ ഉസ്താദുമാര് കേൾക്കുന്നില്ലേ? അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് പറയാറില്ലേ? പിരിഞ്ഞു പോകുമ്പോ അവിടെ ഒക്കെ ഉണ്ട് ഒരു സലാം. നമ്മളെ മാതിരിയല്ല, മിണ്ടാതെ സലാം പറയാതെ പോകുന്ന പോക്കല്ല. റൂഹ് ജസദിനോട് പറയും, റൂഹ് ശരീരത്തിനോട് പറയും, ജസാക്കല്ലാഹു അന്നി ഖൈറാ ഫഖദ് കുൻത സരീഅൻ ബി ഇലാ തഅത്തില്ലാ ബതീഅൻ ബി അമ്മഅസിയത്തില്ലാ ഫഖദ് നജൈത വഅൻസൈത. റൂഹ് ശരീരത്തോട് പറയും, ശരീരമേ നിനക്ക് നല്ലത് വരട്ടെ, നീ വളരെ നല്ലവനാണ്, എനിക്ക് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് സഹായകമായി തന്നെയാണ് നീ ഇതുവരെ വർത്തിച്ചത്, അള്ളാഹുവിന് ദോഷം ചെയ്യുന്നിടത്തൊക്കെ എന്നെ നീ പിടിച്ചു വലിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതാണ് മുഅ്മിനെ നമ്മുടെ സ്വഭാവം. ഒരു സൂഫി പറയുകയാണ് കേട്ടോ, ഇത് വേറെ ഫിലോസഫി.
ഒരു സൂഫി പറയുകയാണ്, ഞാൻ എന്റെ ശരീരത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. ഞാൻ എന്റെ ശരീരത്തെ, ഞാനാരാ? അതെ, ആ ഞാനാണ് ഉറങ്ങാതെ കിടക്കുന്ന എല്ലാവരും. ഉറങ്ങിയാ പിന്നെ ആ ശരീരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ എന്ന് പറയുന്ന ഈ കാണുന്ന ബോഡിയല്ല, ഇതിനും അപ്പുറമുള്ള ഒരു റൂഹുണ്ട് നമുക്ക്. ആ റൂഹ് പറയുകയാണ്, ഞാൻ എന്റെ ശരീരത്തെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ശരീരം കൂട്ടാക്കിയില്ല. കൂട്ടാക്കൂല, കുറച്ചുകൂടി ഉറങ്ങാ, നേരം വെളുക്കാനായിട്ടില്ല, ഇന്നത്തെ സുബഹി സാരല്ല, ഞാൻ മകളൊക്കെ കേട്ട് വന്നതല്ല, ഇനിയിപ്പോ സുബഹി നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെ ശരീരം ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്റെ ശരീരത്തെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, എന്റെ ശരീരം കൂട്ടാക്കിയില്ല. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ശരീരമേ നീ അവിടെ കിടന്നോ, ഞാൻ അള്ളാഹുവിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ എന്റെ ശരീരം എന്റെ പിന്നാലെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് വരുന്നു. നല്ല വാക്ക് അത് തന്നെ. എന്റെ ശരീരം ഇല്ലല്ല ഇനിയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ശരീരത്തെ റൂഹിനനുസരിച്ച് കീഴ്പ്പെടുത്തുന്നവനാണ് ബുദ്ധിജീവി. അതാണ് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. എങ്കിൽ തിരിയുന്ന സമയത്ത് റൂഹ് പറയും, നിങ്ങൾ നല്ല ശരീരമായിരുന്നു, അള്ളാഹുവിന്റെ ഇബാദത്തിന് നിങ്ങൾ എന്നെ പ്രേരിപ്പിച്ചിരുന്നു, നിങ്ങൾ സ്വയം രക്ഷപ്പെടുകയും എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് സലാം സലാം സലാം. അപ്പോൾ ജിസ്മ് റൂഹിനോട് പറയും, നിങ്ങൾ എന്റെ ശരീരത്തിൽ കയറിക്കൂടി അന്ന് മുതൽക്ക് നിങ്ങളും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്കും നല്ലത് വരട്ടെ. അങ്ങനെ ഒരു യാത്ര പറത്തലും യാത്രയായ സന്ദർഭത്തിൽ റൂഹ് മലക്കുകളുടെ കയ്യിൽ വിശുദ്ധമായ ലോകത്തേക്ക് പാറിപ്പറന്ന് അനന്ത വിഹായസിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു കേട്ടോ, ആ നിമിഷത്തിൽ ഭൂലോകത്തുള്ള ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ, പള്ളികളുണ്ടോ, മദ്രസകളുണ്ടോ, വാളിന്റെ മജ്ലിസുകളുണ്ടോ, സ്റ്റേജുകളുണ്ടോ, ദീനീ കോംപ്ലക്സുകളുണ്ടോ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഈ ശരീരം കയറിയിരുന്ന മുഴുവൻ സ്ഥലങ്ങളും വേദന കൊണ്ട് പൊട്ടിക്കരയുന്നതാണെന്ന് ത്വാഹ റസൂലുള്ളാഹി. മോമിനീങ്ങളെ, ഈ സദസ്സിൽ തീരുമാനിക്കുവീൻ, ഭൂമിയിലെ കുറെ സ്ഥലങ്ങൾ എന്റെ പേരിൽ ദുഃഖിച്ചുകൊണ്ട് കരയുന്ന അവസ്ഥ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. തീരുമാനം സദസ്സിൽ നിന്നെടുക്കൂ. ഇന്നലെ ഒരു സുഹൃത്തിന്റെ പ്രതികരണം, വഴതൊക്കെ കഴിഞ്ഞ് ഇന്ന് നേരം വിളിക്കുമ്പോ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനെ കണ്ടപ്പോൾ പറഞ്ഞു, വഴതൊക്കെ കേട്ടു വളരെ സന്തോഷപ്പെട്ടു, മരണത്തിനെ പറ്റിയൊക്കെ കേട്ടിട്ട് ബേജാറുണ്ട്, ഇരിക്കുമ്പോ വിചാരിച്ചിരുന്നു ഇൻഷാ അല്ലാഹ് ഒന്ന് നന്നാകണമെന്ന്. പക്ഷെ റോട്ടിൽ പുറത്തേക്ക് ഇറങ്ങി വണ്ടിക്കാര് വിളിച്ച് വണ്ടി കയറുമ്പോൾക്ക് അതൊക്കെയാണ് മറന്നു പോവുക. വണ്ടി കയറുമ്പോൾക്ക് പിന്നെ തമാശയും വർത്താനവും നിസ്കാരം കഥ ആക്കലും ആയി പോവുക. ഇങ്ങനെയാണ് ഇപ്പൊ എല്ലാവരുടെയും കുഴപ്പം. പറയുന്ന എന്റെയും കുഴപ്പം സ്റ്റെഫിന്റെ കുഴപ്പാ, ഉണ്ടാക്കിയ ബോഡിയില്ലേ, ഇത് ഉണ്ടാക്കിയ സാധനം, ഇതിന്റെ കുഴപ്പാ. ഹറാമിയത്തിൽ നിന്ന് വളരുന്നതാണ് നമ്മുടെ ശരീരം. അള്ളാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കുവീൻ. അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ശരീരം നമുക്കുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മുടെ റൂഹ് തയ്യാറാണ്. അതിനാദ്യം ശരീരത്തെ പരിരക്ഷിക്കുക ഹറാമിൽ നിന്ന്, മനസ്സിനെ രക്ഷിക്കുക ബിദ്അത്തിൽ നിന്ന്. ഇത് രണ്ടും അന്നത്തെ മനുഷ്യന്മാർക്ക് കുഴപ്പം. ഖൽബിൽ ബിദ്അത്ത് എന്ന വിഷവും കേറുന്നു, ശരീരത്തിൽ ഹറാം എന്ന വിഷവും കേറുന്നു. രക്ഷപ്പെടാൻ വലിയ പ്രയാസ. അതുകൊണ്ട് കരുതുക. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇബാദത്തിന് വേണ്ടി എന്തെല്ലാം സ്ഥലങ്ങൾ അവൻ ഉപയോഗിച്ചിരുന്നോ അത് മുഴുവൻ കരയും ഇൻഷാ അല്ലാഹ്. എന്തെല്ലാം സ്ഥലം കരയും. ഹജ്ജ് ചെയ്ത ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ കഅബ ശരീഫിന്റെ പരിസരം കരയും, മസ്ജിദുൽ നബവി കരയും, റൗള ശരീഫ് കരയും. സുന്നത്ത് ജമാഅത്തിന്റെ വഅദ് കേൾക്കാൻ വേണ്ടി റമദാൻ മാസം പാതിരാ സമയത്ത് റഷീദ് നഗറിലെ സദസ്സിൽ വന്നിരുന്നാൽ ഞാനും നിങ്ങളും വഫാത്താകുന്ന സമയത്ത് ഈ സദസ്സിലെ രോമകൂപ്പങ്ങൾ, ഈ സദസ്സിലെ മണൽത്തരികൾ പൊട്ടിക്കരയും. പടച്ചവനെ പോയല്ലോ, ഞങ്ങളെയൊക്കെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി പരിശുദ്ധമാക്കി ആ പുണ്യ വ്യക്തി മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന അവസ്ഥ. എന്ന് മാത്രമല്ല, അവന്റെ അമലുകളെ കയറ്റിക്കൊണ്ടുപോയിരുന്ന ലൈൻ. ഇതൊക്കെ ശാസ്ത്രീയമായി പഠിക്കണം. പക്ഷെ ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നില്ല. രാശി റസൂലുള്ളാഹി പറയാ, അവന്റെ അമലിനെ കയറ്റി കൊണ്ടുപോയിരുന്ന റൂട്ടുണ്ടല്ലോ, ആകാശ റൂട്ട്, ആ റൂട്ടും ആ വാതിലുകളും ആ ആകാശരംഗം മുഴുവൻ കരയും. കാരണം ഇനി വരവൊന്നും ഇല്ലല്ലോ പടച്ചവനെ, ഈ റൂട്ടിലൂടെ ഉള്ളതൊക്കെ നിലച്ചല്ലോ. എന്റെ ആ മുഅ്മിനായ മനുഷ്യന്റെ ദിക്റും ഇബാദത്തും ഒക്കെ എന്നും വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശലോകം കരയും, ഭൂമണ്ഡലം കരയും. ഒരു വലിയൊക്കെ മരിച്ചാൽ എവിടൊക്കെ കരയാനുണ്ടാകും. സുന്നത്ത് ജമാഅത്തിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു ഓടി നടന്ന് അവിടെയും ഇവിടെയും വാഴ് പറഞ്ഞ് അവിടെ
അവിടെയും ഇവിടെയും സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളും മർക്കസുകളും സ്ഥാപിച്ച് ഓടി നടക്കുന്ന മഹാന്മാരൊക്കെ മരിക്കുമ്പോൾ ലോകം മുഴുവൻ കരയാനുണ്ടാവില്ലേ? അങ്ങനെ സന്തോഷിക്കുന്ന ഒരവസ്ഥ. അവരൊക്കെ കരയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. എന്തുകൊണ്ട്? ഞാൻ പോകുന്നതിൽ ദുഃഖിച്ചിട്ടാണല്ലോ കരയുന്നത് എന്നൊരു സന്തോഷം തീർച്ചയാണ്. അനുശോചനത്തിൽ ഉണ്ടാകുന്നതും അത് തന്നെയാ. നമ്മൾ കരയുമ്പോൾ അവർക്കൊരു സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ദുബൈയിലേക്ക് പോവുക, അപ്പോഴാണ് മക്കളും കുട്ടികളും ഒക്കെ കരയുന്നത്. അപ്പൊ ബാപ്പക്ക് മനസ്സിലാവൂ, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എന്നെ കുട്ടികളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും ഞാൻ പോകുമ്പോൾ ബഹുമാനിക്കണമൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ വിലയും നിലയൊന്നും ഇല്ലെങ്കിലും ഇവിടെ നാട് വിട്ടാൽ ഒരു വിലയില്ല എന്ന ഒരവസ്ഥയല്ലേ. സംഗതി തമാശയാണെങ്കിലും സംഗതി കരയുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. ഓ, എന്നെ ബഹുമാനിച്ചിട്ടാണല്ലോ കരച്ചിൽ എങ്കിൽ ആകാശ ലോകത്തിന്റെയും ഭൂമണ്ഡലത്തിന്റെയും കരച്ചിൽ ദുഃഖത്തോടുകൂടിയുള്ള അനുശോചനം സത്യവിശ്വാസിയെ സന്തോഷിപ്പിക്കാനാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി പറയുകയാണ്, മലക്കുൽ മൗത്ത് റൂഹിനെ പിടിച്ച് മറ്റു മലക്കുകളുടെ കയ്യിലേക്ക് കൊടുത്താൽ മലക്കുകളുടെ ആദ്യത്തെ പണി എന്താണെന്നറിയോ? ഫലാ യുഖബ്ബിലുഹു ബനു ആദം ഇല്ലാ ഖല്ലബഹുൽ മലായികത്തു ഖബ്ലഹും വഗസ്സലതുഹു വകഫനതുഹു. മനുഷ്യന്മാരുടെ കൈകളെ കൊണ്ട് എടുക്കലും കട്ടില് മാറ്റലും കുലുക്കലും പോസ്റ്റ്മോർട്ടം നടത്തലും ഇതൊക്കെ നടത്തുന്നതിന് മുമ്പ് മലക്കുകൾ അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യും. അതാ വാക്ക്. മലക്കുകളുടെ പ്രൊട്ടക്ഷൻ മലക്കുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. റസൂലുള്ളാഹി പറയുകയാണ്, അവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ പുടവ കൊണ്ട് അവർ ചെയ്തു, ഹനൂത്ത് കൊണ്ട് പതിഞ്ഞു, എല്ലാം റെഡിയാക്കി. കുളിപ്പിക്കാനോ ചിരിക്കാനോ മറിക്കാനോ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാര് പെരുമാറുന്നതിന് മുമ്പ് മലക്കുകൾ പെരുമാറിക്കൊണ്ടിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രൊട്ടക്ഷനാണ്. ശരീരത്തിന് വല്ല പോസ്റ്റ്മോർട്ടം കേടുകളോ തകരാറുകളോ അഥവാ വന്നുപോയാൽ അത് ശരീരത്തിനേ ഉള്ളൂ, അവർ അനുഭവപ്പെടുകയില്ല. മരിക്കുന്ന നേരത്ത് ദുഃഖത്തിന്റെ പേരിൽ വഷളാകുന്ന രൂപത്തിലുള്ള പോസ്റ്റ്മോർട്ടവും അപകട മരണങ്ങളും ഒക്കെ വന്നു പോകാറുണ്ട്. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരം അപകടങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ കൊണ്ടുപോകും. ഇനി കേട്ടോ, അവിടെയും റസൂലുള്ളാഹി പറയുന്നത്, ഇത് ഞാൻ ഈയിടെ പറഞ്ഞപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയാ, പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട്, ഫൈസി, ഞങ്ങളുടെ ഈ വകുപ്പൊക്കെ മുമ്പ് ഉണ്ടോ? ഏതാ വകുപ്പെന്നറിയോ? കേട്ടോ, മൂമിനായ മയ്യത്തിനെ, മനുഷ്യന്റെ റൂഹിനെ മലക്കുകൾ കൊണ്ടുപോകുന്ന രംഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ കൈമാറി സന്തോഷത്തോടെ കൊണ്ടുപോവുക. അപ്പോഴേ ഇവിടെ നിന്ന് തന്നെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത മലക്കുകൾ കൂടെ അകമ്പടി, കോടിക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ പുണ്യാത്മാവിനെ കൊണ്ടുപോകുന്ന രംഗം. റസൂലുള്ളാഹി പറയുന്നു, വയഖൂമു മിൻ ബാബി ഖബരിഹി ഇലാ ബൈതിഹി സഫാനി മിനൽ മലായികത്തി യസ്തഖ്ബിലൂനഹു ബിൽ ഇസ്തിഗ്ഫാർ. പള്ളി വീട്ടിലെ കട്ടില് മുതൽ പള്ളിപ്പറമ്പിലെ ഖബർ വരെ മലക്കുകൾ സഫായി പ്രൊട്ടക്ഷൻ. പ്രധാനമന്ത്രി ദേവാഗൌഡ വന്നപ്പോൾ ദുനിയാവിന്റെ മലക്കുകളായ പോലീസ് പട്ടാളക്കാർ, ഇവർക്കുള്ള കുഴപ്പം എന്താണെന്നറിയോ? അതേ സെക്യൂരിറ്റിനെ വെടിവെച്ച് കൊല്ലും. ഇന്ദിരാജിയെ കൊന്നില്ലേ? ഇവിടുത്തെ പ്രൊട്ടക്ഷന്റെ കുഴപ്പമല്ല. എന്നാലും ശരി, 4 മണിക്കൂർ മുമ്പ് പോലീസുകാരെ ഏറ്റെടുത്തില്ലേ, ഞാനും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാ. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടല്ലേ നമ്മളൊക്കെ കയറ്റിയത്. നമ്മളൊക്കെ വലിയ മർക്കസിന്റെ ആളുകളാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് പറഞ്ഞു നമ്മളെ വല്യമ്പുരാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ നിയന്ത്രണത്തില. എന്നിട്ട് 2 വരിയായിട്ട് ഇങ്ങനെ നിൽക്കണം എന്നാ പോലീസുകാർ. സല്യൂട്ട് ഇത് കൊടുക്കാൻ. എന്നാലേ ഇതൊക്കെ 1500 കൊല്ലം മുമ്പ് മോമിനീങ്ങൾക്ക് കിട്ടുന്ന അലങ്കാരമാണെന്ന് അള്ളാഹ് റസൂൽ പഠിപ്പിച്ചതാ. ഈ ഹദീസ് എവിടുന്നോ കോപ്പി അടിച്ചിട്ട് ഈ സിസ്റ്റം മുഴുവൻ പട്ടാളക്കാരും പോലീസും തുടങ്ങിയത് എന്നാ ഈ വാള് കേട്ടപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്നോട് പറഞ്ഞത്. എന്തോ ആവട്ടെ, മഹാനായ റസൂലുള്ളാഹി പറയുന്നു, പള്ളിപ്പറമ്പ് മുതൽ വീട് വരെ 2 ലൈന് മലക്കുകൾ അപ്പോഴേക്ക് നിൽക്കല് തുടങ്ങി. ഇപ്പം വരും നമ്മുടെ ആള്, ഇപ്പം വരും. എന്നിട്ട് റെഡിക്ക് അവരിങ്ങനെ നിൽക്കുമ്പോ എന്താ പരിപാടി? ഇസ്തിഗ്ഫാർ. മലക്കുകൾ പറയുന്നു, ഈ മലക്കിന്റെ, ഈ മയ്യത്തിന്റെ, ഈ മനുഷ്യന്റെ, ഈ മോമിനിന്റെ പദവികൾ ഉയരാൻ വേണ്ടിയുള്ള ദുആകൾ. ഇനി ആകാശത്തോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പത്തെ അവസ്ഥ, ഒരു ഭാഗത്ത് മലക്കുകളുടെ പ്രൊട്ടക്ഷൻ, ഒരു ഭാഗത്ത് മലക്കുകളുടെ സുഗന്ധങ്ങൾ. റസൂലുള്ളാഹി പറയുന്നു, ആ സുഗന്ധദ്രവ്യത്തിൽ കൊണ്ടുവന്ന സ്വർഗീയ പുടവകളിൽ ആവരണം ചെയ്യപ്പെടുന്നതോടുകൂടി അവിടെ നിന്നൊരു സുഗന്ധം പരക്കും. ഭൂലോകത്തൊരൊറ്റ കുട്ടിയും അതുവരെ ആസ്വദിക്കാത്ത അത്രയുള്ള സുഗന്ധമാണ് സ്വർഗത്തിലെ ആ കഫംപുടയിൽ നിന്ന് പ്രവഹിക്കുക എന്ന് ത്വാഹ റസൂലുള്ളാഹി. അതോടുകൂടി മുഅ്മിനീങ്ങളുടെ റൂഹുകളൊക്കെ സന്തോഷമായി, മലക്കുകളുടെ ലോകം മുഴുവൻ ഏറ്റെടുത്തു. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോ ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിന്റെ ഒരു പെടക്കൽ, ഒരു ചാട്ടം അവന്റെ അനുയായികളോട് പറയും, അൽ വൈലുലക്കും, എവിടെ ആയിരുന്നടാ നിങ്ങൾ? കണ്ടില്ല നിങ്ങൾ?
മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ മലക്കുകൾ അകമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടില്ലടാ നിങ്ങൾ? എവിടെ കിടന്നിരുന്നടാ നിങ്ങൾ? നിങ്ങൾ എന്താ ഇവനെ പിത്തനയാക്കാൻ? ഷോ ഇബിലീസ് കിടന്നിട്ട് ഇങ്ങനെ ഉറഞ്ഞിട്ടുള്ള അവന്റെ അനുയായികളോട് അവനുകൊണ്ട് കോൺസ്റ്റബിള്, IG, DIG, ഇബിലീസിന്റെ വകുപ്പിലുള്ള ഡിപ്പാർട്ട്മെന്റാ. അവരിൽപ്പെട്ട വലിയോനാ പറയുന്നത്, കൈഫ ഖല്ലസ ഹാദൽ അബ്ദു മിൻകും, നിങ്ങളുടെ കണ്ണ് പെടാതെ എങ്ങനെയാടാ അവൻ ഇങ്ങനെ ഇപ്പൊ വഹാബി, മൗദൂദിയും, കാഫറും, മുശ്രിക്കും ഒന്നും ആവാതെ ഇത്തോതിലൊരു സുന്നിയായിട്ട് തന്നെ മരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾ കണ്ടില്ലായിരുന്നോടാ എന്ന് ചോദിക്കുമ്പോ ഇവര് പറയും, സോറി, എക്സ്ക്യൂസ് മീ, ഞങ്ങളെല്ലാ മെനക്കെടും കൂടെ നടക്കലും വല വീശലും തന്ത്രം കൊടുക്കലും എല്ലാ കളിയും കളിച്ചിട്ട് എന്ത് ചെയ്യാൻ? എന്തോ ഒരു കാവൽ ഈ മനുഷ്യനുണ്ടായിരുന്നു. ആ കാവലാ നേരത്തെ അല്ലാഹു തആല നമുക്ക് മുഅ്മിനീങ്ങൾക്ക് തന്ന ഇന്ന ഇബാദീ ലൈസ ലക അലൈഹിം സുൽത്താൻ. പണ്ട് പറഞ്ഞില്ല, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ആ കൂട്ടത്തിൽ അല്ലാഹു തആല ആ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു പേടിയും പേടിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഈമാൻ ശരിയായി നിർത്തുക. ആ ഇമാമിയങ്ങളും മഹാന്മാരും പറഞ്ഞ വഴിക്ക് തന്നെ പോവുക. ഇത് വഹാബിക്കൊരു ഡൗട്ടാ, ഇമാമിയങ്ങളൊക്കെ പോയത് ശരി തന്നെ, ഓലും പേച്ചോലാണെങ്കിലോ. ഈടെ ഒരു വഹാബിയായിട്ട് ഞാൻ ഇങ്ങനെ സമ്പാദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, തവസ്സുൽ ഇസ്തിഗാസ ചെയ്തതിന്റെ പേരിൽ സുന്നികൾ കാഫറാണെന്ന് പറയുകയാണെങ്കിൽ സഹാബാക്കൾ മുതൽക്ക് എല്ലാവരും കാഫറുകളാണെന്ന് പറയേണ്ടി വരില്ലേ? അപ്പൊ ഈ ഹമക്ക് പറഞ്ഞത് എന്താണെന്നറിയോ? ശരിയാണ് ഫൈസി, അവരൊക്കെ കാഫറുകളാണെങ്കിൽ നിങ്ങൾ കാഫറാകാൻ പറ്റുമോ? ശരിടാ, എന്തെന്നാ ഇതിന് ചികിത്സ? ഒരൊറ്റ ഒന്ന് കൊടുക്കലേ മാറുകയുള്ളൂ. എന്താ പറഞ്ഞത്? അവരൊക്കെ കാഫറുകളാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാഫറാകണോ? ഒരു സൂപ്പർ പടച്ചോമാര്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആരൊക്കെ? അള്ളാഹുവിൻ റസൂലും സഹാബത്തും ഒക്കെ കാഫറായിക്കും. എന്നാലും നിങ്ങൾ കാഫറാവണോ? അതിന്റെ ഒക്കെ മേലുള്ള പവർ അവർക്ക്, സൂപ്പർ പവർ. അതുകൊണ്ട് ആ വഴിക്കൊക്കെ പോകാതെ ഉറച്ച വഴിക്ക് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഉറച്ചു നിൽക്കുക. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അങ്ങനെ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ട മൂമിനായ മനുഷ്യനെ കയറ്റിക്കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയാ, മുകളിലേക്ക് അങ്ങോട്ട് എത്തിയാൽ അവിടുത്തെ ഏറ്റവും വലിയ VIP ഉണ്ടല്ലോ, ഇസ്തഖ്ബലഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് മുഅ്മിനീങ്ങളെ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ കൂടെ കുറെ മലക്കുകളും ഉണ്ടാകും. ഓരോ മലക്കുകളും വന്നിട്ട് ആശംസകൾ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ആളുകളുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മലക്കുകളുടെ ആവരണങ്ങളാണ്, സന്തോഷങ്ങളാണ്. മലക്കുകൾ ഓരോ വാതിൽക്കലെത്തിയാലും ചോദിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓരോ പോയിന്റിൽ എത്തുമ്പോൾ മലക്കുകൾ ചോദിക്കും, ഇതാരാ? അപ്പോഴേ കൂടെ കൊണ്ടുപോകുന്ന മലക്കുകൾ പറയും, ഇത് ഇന്നാലിന്റെ മൂമിനായ മനുഷ്യനാ. ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ഫി ദുനിയ. ദുനിയാവിൽ അവന്റെ കൂട്ടുകാർ വിളിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട പേരാണ് മലക്കുകൾ പറയുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ആ അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാകട്ടെ സുഹൃത്തുക്കളെ. നമുക്കൊക്കെ വ്യത്യസ്ത പേരുണ്ടാകും. നമ്മുടെ ഉള്ളിൽ തട്ടുന്ന സന്തോഷപ്പെട്ടൊരു പേരുണ്ടാവും. ആ പേരാണത്രേ മലക്കുകൾ പറഞ്ഞു പരിചയപ്പെടുത്തുക. അപ്പോഴും മലക്കുകൾ പറയും, അഭിനന്ദനങ്ങൾ. അങ്ങനെ ഒന്നാം ആകാശത്തേക്ക് എത്തിയാൽ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മലക്കുകൾ മുഴുവൻ കൂടെ തുടരും. ഏതുവരെ? രണ്ടാം ആകാശത്തിന്റെ പോയിന്റ് വരെ. രണ്ടാം ആകാശത്തിലെ അധികൃതരായ മലക്കുകളെ ഏൽപ്പിച്ചതിന് ശേഷം ആ മലക്കുകളൊക്കെ ഇങ്ങോട്ട് വിടവാങ്ങും. അടുത്ത പോയിന്റ് ഇതാണ് പോലീസുകാർക്കൊക്കെ ഉള്ള സിസ്റ്റം. പോലീസുകാർ ഇപ്പൊ പഠിച്ചത് അങ്ങനെയാ. അവരൊക്കെ ഇത് കോപ്പി അടിച്ചതാ. അങ്ങനെയാ. IG തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ പോയിന്റിലുള്ള പോലീസുകാർ ഉറക്കൊഴിച്ച് കാത്തിരിക്കുക. സല്യൂട്ട്. അതിന്റെ ഇടയിൽ സമസ്തന്റെ കൊടിയായിട്ട് നമ്മൾ പോയാൽ നമുക്കും കിട്ടും സല്യൂട്ട്. കാരണം കണ്ടാ പെട്ടെന്ന് നിറത്തിലൊക്കെ അങ്ങനെ തോന്നുകയും ചെയ്യുമല്ലോ. പോലീസുകാർ സോറി പറ്റിപ്പോയതാണ്, കയ്യ് താഴോട്ട് വലിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ആവട്ടെ, ഈ സിസ്റ്റം ഒക്കെ പണ്ടേ ഉള്ളതാ. സമയം കുറച്ച് വൈകിയത് കൊണ്ട് സരസമായ ശൈലി ഉപകരിക്കുമെന്ന് കരുതിയത് കൊണ്ടാ. നിങ്ങൾ ഇപ്പം തന്നെ സ്വർഗത്തിൽ എത്തരുതെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെയുണ്ട്. വാളിന്റെ മജ്ലിസിൽ കിനാവ് കണ്ടു ഒരാള്. കിനാവിൽ സ്വർഗത്ത് പോയി. അപ്പോഴാ പാട്ടപ്പിരിവിന്റെ ആള് വന്നിട്ട് ഇങ്ങനെ കുലിക്കണത്. ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുക, ഇവിടെ ഉണ്ട് പിരിവ്. അതില്ലാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ എന്നല്ലാതെ വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോകരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ എത്തി എത്തേണ്ടടുത്തെത്തിയാൽ പഠിക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ അത്യുന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തആല മലക്കുൽ മൗത്തിനോട്, സുരക്ഷാ ഭടന്മാരോട് പറയും, എന്റെ അടിമയെ ഇതാ കൊണ്ടുവെക്കേണ്ട സ്ഥാനം അതാ. وطلح منضود وظل ممدود
വമാഇൻ മസ്കൂബ്. അല്ലാഹു തആലയുടെ കൽപ്പന വരികയാണ്, എന്റെ ഈ വലിയന്റെ റൂഹ്, മുഅ്മിനായ ഈ മനുഷ്യന്റെ റൂഹ് നിങ്ങൾ ഇല്ലിയീൻ എന്ന സ്ഥാനത്തേക്ക് വെക്കുവീൻ. ഇല്ലിയീൻ എന്ന സ്ഥാനത്ത് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന വരും. അവിടെ ഫയൽ ചെയ്തു, അവിടെ രജിസ്റ്റർ ചെയ്തു, അങ്ങനെ അർത്ഥം. അവിടെ ഫയൽ ചെയ്തു, അവിടെ രജിസ്റ്റർ ചെയ്തു, അവിടെ കൊടുക്കേണ്ട അധികാരങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുത്തു, അവിടെയുള്ള കൂട്ടുകാരിലേക്കൊക്കെ ചേർന്നു. ചേർക്കേണ്ടവരുടെ കൂടെ ചേർത്തിക്കൊടുത്തു. അത് കഴിഞ്ഞാൽ അള്ളാഹു പറയും വഅഈദൂഹു ഇലൽ അർള്, ഭൂമിയിലേക്ക് തന്നെ ഒരു കണക്ഷൻ കൊടുക്കണം നിങ്ങൾ. കാരണം ഫഇന്നീ മിൻഹാ ഖലഖതുഹും വമിൻഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റാ. മണ്ണിൽ നിന്നല്ലോ തുടക്കം, മണ്ണിലേക്കല്ലോ മടക്കം, മണ്ണിൽ നിന്നല്ലയോ പിന്നെയും ഒരു തുടക്കം. ഇത് മനുഷ്യന്റെ അവസ്ഥയാ. അതുകൊണ്ട് മണ്ണിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ റൂഹിലുള്ള ശരീരം റൂഹങ്ങ് പോയാലും പിന്നെ ശരീരം അല്പസമയം കാലിയായി. ഉടനെ തന്നെ ഇതിനൊന്നും അരമണിക്കൂർ ഒരു മണിക്കൂറും വേണ്ട. അള്ളാഹുവിന്റെ ലോകത്ത് സമയം കുറച്ചു മതി, പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കും. മിഅ്റാജിന്റെ രാത്രി അള്ളാഹുവിന്റെ റസൂലിന് അനുഭവപ്പെട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ തോന്നിപ്പോ മുഅ്മിനായ മനുഷ്യൻ മരിച്ച റൂഹ് പോയ സമയത്ത് കുറച്ച് സമയം ഇടങ്ങാറായി കിടക്കും, അത് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ആ റൂഹിന്റെ കണക്ഷൻ വീണ്ടും കൊടുക്കുന്നു കബറിലേക്ക്, അല്ലെങ്കിൽ ആ ശരീരത്തിലേക്ക്. അത് കബറിലായാലും ശരി, പുഴയിൽ കിടന്ന് മരിച്ചാലും ശരി, കടലിൽ കിടന്ന് മരിച്ചാലും ശരി, വിമാനത്തിൽ കിടന്ന് കരിഞ്ഞു പോയാലും ശരി, ശരീരത്തിന്റെ അവശിഷ്ടത്തിലെ ഭാഗത്തോട് റൂഹിന്റെ കണക്ഷൻ കൊടുക്കും. പക്ഷേ ശരീരത്തിന് കുലുങ്ങാനും ഇളകാനും കഴിയില്ല. ഇത് മനസ്സിലാക്കി തന്നത് ഒരാൾ എനിക്ക് എങ്ങനെയാണെന്നറിയോ? ഈ ട്രാൻസ്ഫോമറിൽ കേന്ദ്രം, പിന്നെ ഫേസ് ഇങ്ങോട്ട് കൊടുത്തു, എർത്തില്ല. വല്ലാതെ മനസ്സിലായില്ലേ? ഫേസ് ഉണ്ട്, ഫേസ് ഉള്ളത് കൊണ്ട് ജീവൻ തുടിക്കും, പക്ഷെ എർത്തില്ലാത്തതുകൊണ്ട് കത്തൂല. എർത്തും ഫേസും കൂടി കൂട്ടിക്കൊടുത്തെങ്കിൽ ഇപ്പൊ ഇതിന്റെ മലക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എർത്തും മെയിനും കൂടെ വേണം. പക്ഷെ കറണ്ട് മാത്രം തരാൻ ഒരു വയറ് മാത്രം ഇങ്ങോട്ട് തന്നാൽ ഇതിന്റെ ഉള്ളിൽ കറണ്ട് ഒക്കെ റെഡിയാ, പക്ഷെ പ്രവർത്തിക്കാൻ മൂപ്പർക്ക് എന്തോ ഒരു മടുപ്പാ. ഇതുപോലെ ഖബറിലേക്ക് ഒരു ബന്ധം കൊടുക്കും. ഈ ഭാഗം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരൊറ്റ വാക്ക് ഞാൻ പറയുന്നു. ഇവിടെയൊക്കെ സുന്നികളായ മുഅ്മിനീങ്ങളെ പഠിച്ചോ. നമ്മുടെ അഖീദയെ പോലെ ശാസ്ത്രീയമായ ഒരു ചിന്താഗതി അല്ലാഹു ദുനിയാവിൽ വേറല്ല. എന്ത് വഹാബി പറഞ്ഞാലും ശരി, എന്ത് മൗദൂദി പറഞ്ഞാലും ശരി, യഥാർത്ഥത്തിൽ യുക്തിവാദിയെക്കാളും അപകടം പിടിച്ച വാദങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൂഹ് വിട്ടുപിരിഞ്ഞ പിന്നെ ശരീരം പോയി എന്നാ, പിന്നെ ഒരു വിലയില്ല നിലയില്ല. ഖബറിലായാലും ശരി, അള്ളാഹുവിന്റെ റസൂലിനെ പോലും വെറുതെ വിട്ടിട്ടുണ്ടോ ഇവന്മാർ? പിന്നെയല്ലേ ബാക്കിയുള്ളത്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞ വാക്കല്ലേ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദുൽ അംബിയാ. ഭൂമിയിൽ ശരീരത്തിനും അല്ലാഹു പ്രൊട്ടക്ഷൻ കൊടുക്കും, മലക്കുകൾ അതിന് കാവൽ കൊടുക്കും. ഭൂമി ഒരിക്കലും അമ്പിയാക്കന്മാരുടെ ശരീരത്തെ, മൃതശരീരത്തെ തൊടുകയില്ല. ഇതൊക്കെ ആയിട്ടും ഭൂമിയിൽ വെച്ച മയ്യത്ത്, അത് റസൂലുള്ളാഹിന്റെ മയ്യത്തായാലും ശരി, എല്ലാവരുടെയും മൃതശരീരങ്ങളെ മണ്ണിന് തിന്നാമെങ്കിൽ ആ ശരീരവും തിന്നതിന് കുഴപ്പമില്ല എന്ന് യുക്തിവാദത്തിലൂടെ അവതരിപ്പിക്കുന്ന വടക്ക് സ്വഭാവം, ഈമാൻ നശിപ്പിക്കുന്ന സ്വഭാവം സഹോദര ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. റൂഹ് പോയി എന്ന് കരുതിയിട്ട് ഒരു ചുക്കും ഇവിടെ സംഭവിക്കാനില്ല. വ്യക്തമായി പറഞ്ഞാൽ മുഅ്മിനിന്റെ റൂഹ് ശരീരത്തുനിന്ന് പോയാൽ ഒന്നുകൂടി പവർ കൂടി എന്നല്ലാതെ മരിച്ചവർക്ക് കഴിവുണ്ടോ, മരിക്കാത്തവർക്ക് കഴിവുണ്ടോ? സാധാരണ കഴിവ് അസാധാരണക്ക് തേങ്ങാക്കൊല. അങ്ങനെയൊന്നും ഒരു ഡെഫിനിഷനും ഒരു ഡിഫറൻസും ഒരു വ്യത്യാസവും ഇസ്ലാം ദീനിൽ പറയാൻ സാധ്യമല്ല. സാധാരണ കഴിവ് അസാധാരണ കഴിവ്, അള്ള കൊടുക്കണ കഴിവ് അള്ള കൊടുക്കാത്ത, ഏത് മുജാഹിദ് സെന്റർ കൊടുക്കുന്ന കഴിവാ, ബാപ്പാന്റെ കഴിവ്. എവിടുന്നാ ഇതൊക്കെ ഞാൻ ഇത്രയും ക്രൂരമായി പറഞ്ഞു പോകുന്നത്? പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? ഇത്തരം കാര്യം പറയുമ്പോൾ ഇസ്ലാമിനെ ഈ രൂപത്തിൽ മലീമസമാക്കുന്ന വകുപ്പ് എന്താ ഇതിന്റെ അർത്ഥം? യഥാർത്ഥം പറഞ്ഞ ഒരൊറ്റ വാക്ക് ഞാൻ പറയുന്നത് നീട്ടി പറയാൻ സമയമില്ല. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വിശ്വസിക്കാൻ ഈ ഒരൊറ്റ വാക്ക് മതി. മുഅ്മിനായ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരമെന്ന വല, ശരീരം ബോഡി എന്ന് പറയുന്ന ബാധ്യത റൂഹ് ഒഴിവാക്കി. ഇനി റൂഹിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാം. അത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ റൂഹാണെങ്കിൽ അവരുടെ മേഖലയിലാണ് അവർ പ്രവർത്തിക്കുക. ഇല്ലിയീൻ എന്ന കേന്ദ്രത്തിലേക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഹാനായ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്തുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ കാണാം,
പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ സംവിധാനിക്കുന്നവർ തന്നെ സത്യം. ഇതുകൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പുണ്യാത്മാക്കളാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് ഹദീസിന്റെ വെളിച്ചത്തിലാണ്, ഖുർആനിന്റെ വെളിച്ചത്തിലാണ്. ഈ ആത്മാക്കൾ എവിടെ ചെന്ന് കിടന്നുറങ്ങുക? അല്ല, ഈ ആത്മാക്കൾ ഇനി ഒന്നിനും പറ്റാത്തവരാ. പിന്നെ എന്തിനായിരുന്നു ഈ കച്ചവടം നടത്തിയിരുന്നത്? നമ്മളൊക്കെ ഉറങ്ങി പാട്ടും പാടി നടന്നപ്പോഴ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ദിക്റ് ചൊല്ലി അള്ളാഹുവിനെ മഹബത്ത് ചെയ്തു, അവരുടെ ശരീരത്തെ അവർ വിസ്മരിച്ചു, അവരുടെ റൂഹിനെ അവർ പുഷ്പിപ്പിച്ചു. ആ റൂഹിന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പവറും ഇല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇതുവരെയുള്ള കച്ചവടം? ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറ, മഹാനായ ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിറ, അവരൊക്കെ ജീവിതകാലത്ത് ശരീരത്തെ നെവർമൈൻഡാക്കി, റൂഹിനെ ഭംഗിയാക്കി. ആ റൂഹങ്ങ് രക്ഷപ്പെട്ടതിന് ശേഷം ഇനി അവർക്ക് കഴിവില്ലെന്ന് പറഞ്ഞ എന്ത് കഥകേടാണത്? ശരീരത്തിനെ അങ്ങ് മാറ്റിക്കോ, അവരുടെ റൂഹ് ഒന്നുകൂടി ശക്തിപ്പെടുകയാണ് ചെയ്യുക. പല മഹാന്മാരും പല ഉദാഹരണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു തീവണ്ടിയുടെ എൻജിൻ, കുറേ ബോഗികൾ, 10-20 എണ്ണം ഉണ്ടാവും. പരപ്പനങ്ങാടി കൂടെ പോണ കണ്ടില്ല, ടൂടൂന്ന് പതുക്കെ 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 പോകുന്നത്. എന്നാൽ ആ എൻജിന്റെ പവർ ഈ ബോഗികളാകുന്ന ഉടലുള്ളത് കൊണ്ട് എൻജിന് പോകുമ്പോ ഒക്കെ ഒരു ഇടങ്ങറ. വലിയ വളവിലൊക്കെ എത്തിയാൽ മൂപ്പര് പതുക്കെ പതുക്കെ പതുക്കെ, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും. ഇതുപോലെ റൂഹും ശരീരവും കൂടി ഉണ്ടാകുമ്പം ശരീരത്തെ മൈൻഡ് ചെയ്യണം റൂഹിന്. അതുകൊണ്ട് റൂഹ് സ്വസ്ഥമല്ല. മരിച്ചു കഴിഞ്ഞാൽ റൂഹ് സ്വസ്ഥമാണ്. ഈ റൂഹ് എവിടെയാ കൊണ്ടുവെക്കുന്നതെന്ന് അറിയോ? മഹാന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഇന്നത്തെ മുഅ്മിനീങ്ങൾ പഠിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ബുദ്ധിപരമാണ്, തീർത്തും ശാസ്ത്രീയമാണ്. എന്നല്ല മുജാഹിദ് ജമാഅത്തുകാരൊക്കെ പൊക്കി പറയുന്ന വലിയ ഇമാമുകൾ ഉണ്ടല്ല, അവര് പറയുന്ന ഇബ്നു തൈമിയ്യ, അവരുടെ ശിഷ്യൻ ഹാഫിദ് ഇബ്നുൽ ഖയ്യിം എന്നൊക്കെ അവര് പറയുന്ന ആൾക്കാർ, അവരൊക്കെ തന്നെ സമർത്ഥിച്ചത് മരിച്ചതിന് ശേഷം കഴിവ് പോകൂല, കഴിവ് പോകാൻ പറ്റില്ല, ബുദ്ധിപരമായി സാധ്യതയുണ്ട്. കാരണം അവര് ആ ലോകത്തല്ലേ. ഒന്ന് മാത്രം ഞാൻ പറയാ, ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും കോളേജുകളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് പുസ്തകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വഹാബി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാനാണെന്ന് അവര് മുദ്ര കുത്തിയ ആളാണ്. അവരുടെ കണക്കിന് അവരുടെ ആളാ. പക്ഷെ വേറെ പണി നോക്ക്. ആരെന്നറിയോ? മഹാനായ ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി ഖദ്ദസല്ലാഹു സിറഹ്, ഒരു വലിയ ഇമാമാ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസക്കാരനാ. പക്ഷെ അവരേതോ അവസരത്തിനൊത്ത് 1-2 അക്ഷരങ്ങളൊക്കെ കെട്ടിയെത്തി നമ്മളാളാ. ആ തലയിൽ വെച്ച് കൊണ്ടുവരണോ? നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഈടെ എനിക്കറിയാം, മുജാഹിദിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു സുല്ലമിയുണ്ട്, എന്റെ കൂട്ടുകാരൻ. ഉറച്ച സുന്നിയല്ല, ഡബിൾ പവർ സുന്നിയ. ഇവിടൊക്കെ വരാറുണ്ട്. ആ സുല്ലമിയ എന്റെ നാട്ടുകാരനാ. ഞാൻ ചോദിച്ചു, എടോ നീ എങ്ങനെ അവരുടെ കോളേജിൽ ഇങ്ങനെയൊക്കെ സുല്ലമിയായിട്ട് കടുപ്പപ്പെട്ട സുന്നിയായത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ പോകുന്ന അന്ന് മുതൽ മനസ്സിലാക്കി, അള്ള പറഞ്ഞീന്ന് മുജാഹിദ് പറഞ്ഞ അതിന്റെ അർത്ഥം ഇത് കളവ് പറയാനുള്ളൊരു വഴി. ഈ രൂപത്തിൽ പറഞ്ഞതാ. ഇയാള് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ അധ്യാപകർ ക്ലാസ് എടുക്കും, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. അതിൽ പറയുന്നുണ്ട്, മരിച്ചുപോയാൽ റൂഹ്, മരിച്ചുപോയ ആത്മാക്കൾ പിന്നെ എന്താണ് പ്രവർത്തിക്കുക. ഈ കിതാബ് പഠിപ്പിക്കുന്ന കോളേജിൽ ഈ പുസ്തകം ഞാൻ കൊടുത്തിട്ട് പറഞ്ഞതാ, ഇതിന്റെ അർത്ഥം മൗലവി സാഹിബിനോട് ഒന്ന് വെക്കാൻ പറയണം. ക്ലാസ്സിൽ കാണിച്ചു. എന്താ, കൂടുതലൊന്നും പറയണ്ട, വളരെ വ്യക്തമായ ഇബാറത്താ. മഹാൻ